ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറി ഭീതിയും ഭിന്നിപ്പും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ അവസാന ശ്രമമായിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി. ഒരേ മനസ്സോടെ ചെറുത്ത് തോൽപ്പിക്കേണ്ടിയിരുന്ന വിഷയത്തെ മനുഷ്യന്റെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് ചോര കുടിപ്പിച്ച ചെന്നായ്ക്കരുടെ സുവർണാവസരം മുനമ്പവും. ബില്ല് പാസായ മാത്രയിൽ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമെന്ന് പ്രചരിപ്പിച്ചവരിൽ കേന്ദ്രമന്ത്രിമാർ വരെ. ബില്ല് പാസ്സാകുകയും രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാകുകയും ചെയ്തിട്ടും പരിഹരിക്കപ്പെട്ടോ മുനമ്പത്തെ പ്രശ്നം? അങ്ങേയറ്റം വൈകാരികവും നിയമപ്രശ്നത്തിന്റെ സങ്കീർണതകളിൽ ഉലയുകയും ചെയ്യുന്ന പ്രശ്നമാണെങ്കിലും മുനമ്പത്തെ ഒരാളെയും കുടിയിറക്കില്ലെന്ന് ആവർത്തിക്കുന്ന സർക്കാർ നിയമിച്ച കമ്മീഷനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ മറവിൽ പാർലമെന്റിൽ വരെ അധിക്ഷേപിച്ചു എനിക്ക് ശേഷം പ്രളയമെന്ന് നടിക്കുന്ന കേന്ദ്ര സഹമന്ത്രി. അതുകൊണ്ട് തന്നെ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വർഗീയ മുതലെടുപ്പുകൾക്കുള്ള മുഖത്തേറ്റ അടികൂടിയാണ്. മുനമ്പത്തിന്റെ മറവിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കലോ ലക്ഷ്യം? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് നേതാവ്, ജോമോൻ ചക്കാലക്കൽ BJP-യിൽ നിന്നും, ഷൈജു ആന്റണി അൽമായ മുന്നേറ്റം പ്രതിനിധി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാറിലേക്ക്. അരുൺ, ചോദ്യത്തിന് മുൻപ് ഒരു പ്രതികരണത്തിലേക്ക് ആദ്യം. കമ്മീഷന് ജസ്റ്റിസ് CNR-ന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ, ഈ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ മുനമ്പത്തെ വിഷയത്തെ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ഈ വിധമാണ് അവതരിപ്പിച്ചത്. എത്ര ആർജവത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു കമ്മീഷനെ ഹൈക്കോടതി ചവിട്ടിത്താഴ്ത്തിയെന്നൊക്കെ അദ്ദേഹം പറയുന്നത്, തോട്ടിലെറിഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ എന്താണ് സംഭവിച്ചത്. ഡിവിഷൻ ബെഞ്ച് ആ കമ്മീഷന് മുന്നോട്ട് പോകാമെന്നുള്ള അനുമതി നൽകുകയാണ്. വാസ്തവത്തിൽ വഖഫ് ഭൂമിയാണോ മുനമ്പത്തേത് എന്ന് കണ്ടെത്തുകയായിരുന്നില്ല ആ കമ്മീഷന്റെ ലക്ഷ്യവും ഉദ്ദേശവും. മറിച്ച് അവിടെയുള്ള മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ ഏത് നിലയിൽ സംരക്ഷിക്കപ്പെടാം എന്നുള്ളതാണ്. അത് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ്, നിയമമന്ത്രി ആവർത്തിച്ചതാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ വിധമുള്ള വ്യാജ പ്രചാരണമാണ് കമ്മീഷന്റെ പേരിൽ പോലും നടന്നത്. അപ്പോൾ ഇത്തരക്കാർക്ക് തിരിച്ചടിയാകുന്നതിനോടൊപ്പം സർക്കാരിന് ഈ വിഷയത്തിലുള്ള മുന്നോട്ട് പോക്കിൽ ഏത് വിധം കരുത്തു പകരുന്നുണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ? ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധിന്യായം ഗവൺമെന്റിന് ഈ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കാനും അവിടുത്തെ ഏറ്റവും ബോണഫൈഡ് പർച്ചേസറായിട്ടുള്ള സത്യസന്ധമായി പണം കൊടുത്ത് ഭൂമി വാങ്ങി നികുതി അടച്ച് അവിടെ വീടും കെട്ടിടങ്ങളും മറ്റ് സമുച്ചയങ്ങളുമെല്ലാം പണിത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ ആ ജീവൽ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഗവൺമെന്റിന് മുന്നോട്ട് പോകാനുള്ള ഒരു അനുവാദമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി അത് ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു ടെക്നിക്കൽ റീസൺ പറഞ്ഞിട്ടാണ് ആ കേസ് അലൗ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ ഉത്തരവ്, കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത ഉത്തരവ് റദ്ദാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കേസ്, വഖഫ് ബോർഡ് വിധി പറഞ്ഞ് അതിന്റെ അപ്പീൽ ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന അതേ വിഷയം തന്നെ ഏതെങ്കിലും തരത്തിൽ അതിൽ അഭിപ്രായം ഇവിടെ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു ഫൈൻഡിങ്, ഹൈക്കോടതിയുടെ ഏറ്റവും സീനിയർ റിട്ടയർഡ് ജഡ്ജിയുടെ ഒരു ഫൈൻഡിങ് അത് വഖഫ് ട്രൈബ്യൂണലിനെ ബാധിക്കും, ട്രൈബ്യൂണലിന്റെ ഭാവിയിലുള്ള വിധി നിർണയത്തെ ബാധിക്കും എന്ന രൂപത്തിലുള്ള ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടാണ് ജഡ്ജ് ആ വിധിന്യായത്തിൽ സൂചിപ്പിച്ചത്. പക്ഷെ അത് നിലനിൽക്കില്ല എന്ന് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി. കാരണം കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് 1952 അനുസരിച്ച് സെക്ഷൻ 3 അനുസരിച്ച് ഏത് സമയത്തും ഗവൺമെന്റിന് ഒരു കമ്മീഷനെ വയ്ക്കാം. അതൊരു ഫാക്ട് ഫൈൻഡിങ് അതോറിറ്റിയാണ്. ഒരു വിഷയത്തിൽ പഠനം നടത്തി വേണ്ടത്ര ശുപാർശ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷനെ വയ്ക്കുന്നത്. ആ വിധി കൃത്യമായിട്ട് അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് തന്നാൽ അത് നടപ്പാക്കണമോ വേണ്ടയോ നീട്ടിക്കൊണ്ടു പോകണമോ അതിൽ എന്ത് തീരുമാനമെടുക്കണം എന്നതിൻ്റെ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം അതാത് ഗവൺമെന്റുകൾക്കാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വലിയ തരത്തിൽ വലിയ സമരങ്ങൾ അവിടെ നടക്കുന്നു. അതുപോലെ സത്യസന്ധമായി ഈ ഭൂമി വാങ്ങിച്ച ബോണഫൈഡ് പർച്ചേസർക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്.
അവരുടെ ഭൂമിയുടെ ഇപ്പോഴത്തെ കിടപ്പും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ കാര്യത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് ആവശ്യമാണ്. കാരണം ഇതിൽ വഖഫ് ബോർഡിന്റെ ഒരു വിധിയുണ്ട്, വഖഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് നിലനിൽക്കുന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു, മറുവിഭാഗം പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന്. ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളാ ആണ് വഖഫ് പ്രോപ്പർട്ടി. എന്നാൽ ഇവിടെ ചില കണ്ടീഷൻ വെച്ചിട്ടാണ് 1950 മിസ്റ്റർ സേട്ട് ഈ ഭൂമി കൈമാറിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഭൂമി തിരിച്ചെടുക്കാം എന്നെല്ലാം അതിന്റെ ആധാരത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തർക്കങ്ങളൊക്കെ ട്രൈബ്യൂണൽ പരിഗണിക്കട്ടെ. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു കൺസെൻസസ് ഉണ്ടാക്കി ഗവൺമെന്റിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ നൽകട്ടെ എന്നതാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. പക്ഷേ അത് വലിയ തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലതുപക്ഷം ഇവിടെ ഉപയോഗിച്ചു. ചില മാധ്യമങ്ങൾ അതിൽ വലിയ പ്രചരണം നടത്തി. സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നപ്പോൾ ഗവൺമെന്റ് എടുത്തുചാടി യാതൊരു തരത്തിലുള്ള കൂടിയാലോചനയും ഇല്ലാതെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ ഇന്ന് ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് അതിൽ വിധി പറഞ്ഞിട്ടുണ്ട്. മെയ് മാസം 27 വരെയാണ് കമ്മീഷന്റെ പ്രവർത്തന സമയം. ജൂൺ മാസം 16 ആ കേസ് വച്ചിരിക്കുന്നത്. അതായത് ഈ കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോഴേക്കും, വെക്കേഷന് ശേഷം പരിഗണിക്കുമ്പോഴേക്കും ഇതിൽ കമ്മീഷൻ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടാകും. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി സ്വീകരിക്കാൻ ഈ കോടതിയുടെ കൂടി അനുവാദം വാങ്ങിക്കണം എന്ന് മാത്രമാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് 50 പേരെ BJPയുടെ ഭാഗമാക്കി മാറ്റി മെമ്പർഷിപ്പൊക്കെ കൊടുക്കാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്ന് ഈ നിയമം കൊണ്ടുവന്നത്, പാർലമെന്റിൽ കൊണ്ടുവന്നത് തന്നെ ഈ മുനമ്പത്തെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനാണ് എന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വിധിന്യായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു തരത്തിലും രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു നിയമ ഭേദഗതിയും ഇല്ലെന്നിരിക്കെ ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ജുഡീഷ്യൽ കമ്മീഷൻ മുഴുവൻ ആളുകളെയും കാണും. ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു. ഏതായാലും ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത നിലപാടിന് പൂർണ്ണ പിന്തുണ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അത് ഏറ്റവും ആശ്വാസകരമാണ്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ, പെട്ടെന്ന് പരിഹരിക്കാൻ, അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസകരമാകുന്ന തരത്തിൽ പരിഹരിക്കാൻ ഈ ഇന്നത്തെ വിധിന്യായം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ജോമോൻ ചക്കാലക്കൽ, പാർലമെന്റിൽ പോലും ഒരു സെൻസിറ്റീവായ വിഷയത്തെ കേന്ദ്ര സഹമന്ത്രി ഉപയോഗിച്ച വിധമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കേട്ടത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുമെന്ന്, ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയ ഘട്ടത്തിൽ കൂടിയായിരുന്നു ആ പ്രതികരണം എന്നുള്ളത് കൂടി ഓർക്കണം. വഖഫ് ബില്ല് വരുമ്പോൾ മുനമ്പത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ ഇതാ ഞങ്ങളങ്ങ് പരിഹരിക്കപ്പെടുന്നു എന്നൊരു വ്യാജ നിർമ്മിതി ഇവിടെ നിങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചില മനുഷ്യരെങ്കിലും അതിനെ വിശ്വസിച്ച് ആ നിലയിൽ നിലപാട് എടുത്തു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുമ്പോൾ ഈ വിഷയത്തിന്റെ പരിഹാരത്തിന് സർക്കാർ പോയിരുന്ന റൂട്ട് അത് വളരെ ക്ലിയർ ആയിരുന്നു എന്ന് ബോധ്യമാകുകയാണോ? ബോധ്യമായോ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്? പറഞ്ഞാൽ ചത്തക്കുട്ടിയുടെ ജാതകം നോക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോ ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഇത്രയും കാലം ഈ വിഷയത്തിൽ ഇല്ലാത്ത എല്ലാ പേടികളും അല്ലെങ്കിൽ എല്ലാ ഭയപ്പാടുകളും രണ്ട് മുന്നണികൾക്കും തുടങ്ങിയിരിക്കുന്നു. 50 പേര് അവിടെ BJPയിലേക്ക് ചേർന്നതാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അവിടേക്ക് വരുന്നുണ്ട്. 50ന്റെ കൂടെ ഇനിയും അനേക പൂജ്യങ്ങൾ ചേരുന്ന നിലവാരത്തിലേക്ക് അവിടെ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരാനിരിക്കുന്നു. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അരുൺകുമാറിന്റെ ഒക്കെ ഭയം ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയം നമുക്ക് കൃത്യമായിട്ട് അറിയാം. രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി എത്രയും വേഗം ഇത് ഗസറ്റിടും. ഗസറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇനി കോടതിയുടെ ഒക്കെ ഉത്തരവുകൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആളുകൾക്ക് അവരുടെ റവന്യൂ അവകാശം വീണ്ടും ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സർക്കാർ തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യിപ്പിക്കും. പാസ്സായതോടുകൂടി മുനമ്പത്ത് നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നുവെന്നും ഇനിയിപ്പോൾ കോടതികളുടെ തന്നെ ഇടപെടൽ വേണ്ടി വരില്ല എന്നുള്ളതുമാണോ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിശദീകരിക്കൂ. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ എങ്ങനെയാണ് മുനമ്പത്തെ പ്രശ്നത്തിന് നിലവിൽ പരിഹാരമായിരിക്കുന്നത്? ഞാൻ ഈ വഖഫ് ഭേദഗതി ബില്ലില് എന്റെ പ്രധാനമായിട്ട് ഞാൻ അതിന്റെ ഈ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഒന്നും പറയുന്നില്ല. അതിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതിൽ നിലവിലൊരു നിയമം, വഖഫ് ട്രിബ്യൂണൽ തീരുമാനത്തിനെതിരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഹൈക്കോടതിക്ക് ഇടപെടാം. എന്താണെന്നറിയോ? നിലവിൽ ഉണ്ടായിരുന്ന നിയമമാണ്. ഭേദഗതി വരുത്തിയിരിക്കുന്ന വഖഫ് ട്രിബ്യൂണൽ തീരുമാനത്തിനെതിരെ 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. ഒന്ന്. രണ്ടാമത് വന്നിരിക്കുന്നത് കേന്ദ്ര വഖഫ് കൗൺസിലിലെ എല്ലാ അംഗങ്ങളും മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരിക്കണം. അത് ഭേദഗതി വന്നിരിക്കുന്നത് കേന്ദ്ര വഖഫ് കൗൺസിൽ 2 മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തി. ഇതൊക്കെ ഇവിടെ വലിയ വിവാദമാക്കിയിരിക്കുകയാണ്. എങ്കിലും ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവുക പ്രേക്ഷകർക്ക് വേണ്ടി.
ദീർഘകാലത്തേക്ക് മതപരമായ ആവശ്യങ്ങൾക്കായി വസ്തു ഉപയോഗിച്ചാൽ അത് സ്വയമേ വഖഫായി കണക്കാക്കും. അത് നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഭേദഗതി: വസ്തുവിന്റെ ഉടമയ്ക്ക് മാത്രമേ അതിനെ വഖഫാക്കി മാറ്റാനാകൂ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സിദ്ദീഖ് സേട്ട് ചെയ്തതുപോലെ കണ്ടവന്റെ ഭൂമി എടുത്ത് ഇവിടെ എന്താ പറയുക വഖഫ് ഫറൂഖ് കോളേജിന് കൊടുത്തതുപോലെ കൊടുക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു നിയമം: സർക്കാർ സ്വത്തുക്കളെ വഖഫ് അവകാശവാദം സംബന്ധിച്ച് വ്യവസ്ഥകളില്ല. ഭേദഗതി: സർക്കാർ സ്വത്തുക്കളെ വഖഫാക്കി കണക്കാക്കാനാകില്ല. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ കളക്ടർ അന്വേഷണം നടത്തി തീരുമാനിക്കും. വീണ്ടും പറയുന്നു, വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വഖഫ് ബോർഡിന്. നിലവിലുള്ള നിയമം ഭേദഗതി ഈ വ്യവസ്ഥ നീക്കം ചെയ്തു. ഇനി ഒരുപാടുണ്ട്, ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യവസ്ഥ നീക്കം ചെയ്തു. സെക്ഷൻ 2 മാത്രം മതി അവിടുത്തെ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശം വീണ്ടും അവിടെ ലഭിക്കാൻ. അവരുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾ നേടിയിരിക്കും. ഇനി നിങ്ങൾ ഒരു മുത്തനാളുകളും ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാകില്ല ഇനി മുതൽ എന്നുള്ളതാണല്ലോ താങ്കൾ അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ തിരുത്താം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിൽ പാസ്സായതോടുകൂടി മുനമ്പത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണോ താങ്കൾ പറയുന്നത്? അതോ അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലോസിൽ തന്നെ കോടതികളിലേക്ക് പോകാമെന്നുള്ള ക്ലോസ് ഉള്ളപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണോ? കൂടുതൽ നിയമ നടപടികളിലേക്കും നിയമക്കുരുക്കിലേക്കും അത് മാറുകയാണോ? അത് മുനമ്പത്തെ വിഷയമല്ല. ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഇനി മുതൽ ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം യഥാർത്ഥ ഇസ്ലാം ആയിരിക്കണം. കാരണം വഖഫ് ചെയ്യാൻ വേണ്ടി മാത്രം ചില വ്യക്തികളെ ഇതിലേക്ക് കൊണ്ടുവരികയും ഭൂമി കൈമാറുകയും ചില ഉടായ്പ പരിപാടികൾ ചെയ്യുകയും എന്നിട്ട് നേരെ വന്ന് ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുകയും ഒക്കെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതാണല്ലോ. മുസ്ലിം ആണോ അല്ലയോ എന്നുള്ളത് ഇനി എങ്ങനെ തീരുമാനിക്കും? അല്ല, ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന എന്താ അസിത? ഇപ്പോ ആരുടെയെങ്കിലും കയ്യിലേക്ക് ഈ ഭൂമി എഴുതി കൊടുക്കുന്നു, എന്നിട്ട് അവനോട് പറയുന്നു നീ മുസ്ലിം ആകണം, നീ നാളെ കഴിഞ്ഞ് മുസ്ലിം ആകുന്നു, മറ്റന്നാൾ നീ ഇത് വഖഫിന് എഴുതി തരുന്നു. നോക്കൂ, എത്ര വലിയ സച്ചാർ കമ്മീഷൻ തന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ 5 വർഷം പ്രാക്ടീസിംഗ് മുസ്ലിം എന്നുള്ളതാണല്ലോ പുതിയ ക്ലോസ്. അപ്പോൾ ഈ 5 വർഷം ഈ വഖഫ് ചെയ്യുന്ന ആൾ അയാൾ 5 വർഷം മുസ്ലിം വിശ്വാസം അനുസരിച്ച് ജീവിച്ച ആളാണ് എന്നുള്ളത് ഇനി എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്യുക? അല്ല, മിനിമം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിലെങ്കിലും 5 വർഷം പൂർത്തീകരിക്കണം. അതിന് പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള അമെന്റ്മെന്റും ഈ ബില്ലിലുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയാം. മക്കയും മദീനയും ഇരിക്കുന്ന സൗദി അറേബ്യയിലെ വഖഫ് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പോലും കൃത്യമായിട്ട് അവരുടെ വഖഫ് നിയമങ്ങളിൽ പോലും എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ. ഒന്നാമത്തെ നിയമം പറയുന്നത് ദ കംപ്ലീറ്റ് ബൈ എ പ്രാക്ടീസിംഗ് മുസ്ലിം. നോക്കൂ, അത് കൃത്യമായ ഒരു മുസ്ലിം തന്നെ ആയിരിക്കണം. അല്ലാതെ ഇവിടെ 5 വർഷം പ്രാക്ടീസിംഗ് മുസ്ലിം ആയ ആൾ 5 വർഷം അയാൾ മുസ്ലിമായി ജീവിച്ചാൽ മതി എന്നുള്ളതാണല്ലോ പുതിയ ക്ലോസ്. ഞാൻ ചോദിക്കുന്നത് മിനിമം അല്ല, എന്റെ കയ്യിൽ അനർഹിതമായ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ അസിതയുടെ പേരിലേക്ക് തരുന്നു, അസിത മറ്റന്നാൾ തന്നെ വഖഫിലേക്ക് കൊടുക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടാവും കാര്യങ്ങൾ? അപ്പോൾ ഈ കൊടുക്കുന്ന ആളുണ്ടല്ലോ, ചോദ്യം വളരെ ലളിതമല്ലേ? താങ്കൾ പറയുന്ന എന്തോ സർട്ടിഫിക്കറ്റ് ഇനി മുതൽ കിട്ടുമെന്നാണ്. അപ്പോൾ 5 വർഷം അതെങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക? അപ്പോൾ ഇന്ന് ഇപ്പോൾ രാത്രി 8:13 ഈ 8:13 ഞാൻ തീരുമാനിക്കുകയാണ് ഇന്ന് മുതൽ 5 വർഷം ഞാൻ പ്രാക്ടീസിംഗ് മുസ്ലിം ആണ്. അപ്പോൾ ഞാനിത് ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? നിങ്ങൾ ഇതാ കുറിച്ചു വെച്ചോളൂ എന്നുള്ളത്. 5-ാം വർഷം ഇതേ 8:13 ആരാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തരിക? നിയമപരമായി ഞാൻ മുസ്ലിം ആണെന്ന് തെളിയിക്കേണ്ട രേഖകൾ അസിത കയ്യിൽ വെക്കേണ്ടി വരും. കഴിഞ്ഞ കാലം പോലെ തോന്നിയതുപോലെ ഇനി നടക്കില്ല എന്ന് കൃത്യമായ നിയമം പറയുന്നു. 5 വർഷത്തെ രേഖ മതിയല്ലോ. അത് എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് പറഞ്ഞു തരൂ ജോമോൻ ചക്കാലക്കൽ. എനിക്ക് താല്പര്യമുണ്ട് 5 വർഷത്തിനപ്പുറം നിങ്ങളുടെ പുതിയ നിയമപ്രകാരം 5 വർഷത്തിനപ്പുറം എന്റെ ഭൂമി വഖഫ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെയാണ് പ്രാക്ടീസിംഗ് മുസ്ലിം ആണ് തെളിയിക്കേണ്ടത്? എന്തുകൊണ്ടാണ് കൃത്യമായി നോക്കൂ. സൗദി അറേബ്യ പോലും അവരുടെ ജോമോൻ ചക്കാലക്കൽ കേരളത്തിലെ കാര്യം പറയും, ഇന്ത്യയിലെ കാര്യം പറയുമ്പോ വഖഫ് എല്ലാവിടെയും ഉണ്ടല്ലോ. അവിടെ സൗദി അറേബ്യയിൽ പോയി വഖഫ് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ഇന്ത്യയിൽ ജനിച്ച പൗരയാണ്. എനിക്ക് 5 വർഷത്തിനപ്പുറം നിയമം അനുസരിക്കുന്നു. ഞാൻ പുതിയ ഭേദഗതി നിയമം ഞാൻ അനുസരിക്കുന്നു. 5 വർഷം പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരിക്കണമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ 8:13 ഞാൻ പറയുന്നു എനിക്ക് 5 വർഷത്തിനപ്പുറം എന്റെ സ്വത്ത്, എന്റെ ഭൂമി എനിക്ക് വഖഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സർട്ടിഫൈ ചെയ്യണമല്ലോ ഞാൻ പ്രാക്ടീസിംഗ് മുസ്ലിം ആണെന്ന്. എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് പറഞ്ഞു തരൂ. ഇതിന്റെ പ്രധാന കാരണം ഇതിന് കൃത്യമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ദീർഘകാലത്ത് ഒരു പാഠ്യ പദ്ധതിയുടെ
അടിസ്ഥാനത്തിലാണ് ഇത് കേന്ദ്രം ഇങ്ങനെ ഒരു നിയമ ഭേദഗതിക്ക് കൊണ്ടുവന്നത്. ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഈ എന്താ പറയാ, ഈ ഭൂമാഫിയ എന്നൊക്കെ പറയുന്ന ഒരു വലിയ മാഫിയ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ചില ആളുകൾ പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ആകുന്നു, അതിലും വലിയ വിഷയത്തിലേക്കൊക്കെ നമുക്ക് പോകാം. ഞാൻ ചോദിക്കുന്നത് ഭൂമാഫിയ ഒന്നും അല്ലാത്ത ഒരാൾ ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നത് കഷ്ടമാണ്. അതിനെങ്കിലും മറുപടി ഉണ്ടോ? ചുരുങ്ങിയ പക്ഷം ഞാൻ അടുത്ത ആളിലേക്ക് പോകും. ഇവിടെ സമയം ഞാൻ പറയുന്നു ഇതിൽ കൃത്യമായി ഞാൻ പറയാം. ഒന്നാമത് ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം, സിദ്ദീഖ് സൈറ്റ് ചെയ്തതുപോലെ ആളുകൾ ഇവിടെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ നിയമങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടി വന്നത്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പ്രോപ്പർട്ടി ഷുഡ് ബി ബിലോങ്ങിങ് ടു ഹിം. അറ്റ്ലീസ്റ്റ് ഇത് എഴുതി കൊടുക്കുന്ന പ്രോപ്പർട്ടി ഈ വ്യക്തിയുടെ എങ്കിലും ആയിരിക്കണം. ഇപ്പൊ ആയിരിക്കണം. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ചോദിക്കട്ടെ, അസിതയുടെ സർട്ടിഫിക്കറ്റിൽ അസിതയുടെ എന്തെങ്കിലും മതമുണ്ടോ? കാര്യമാണോ ചോദിക്കുന്നത്? അതെ അതെ, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്ന മതം അപ്പോൾ ഞാൻ വഖഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുമോ? ഇപ്പോൾ മിനിമം അതിൽ എഴുതിയിരിക്കുന്ന മതത്തിൽ 5 വർഷം മതി. അപ്പോൾ അതായത് എഴുതിയാൽ മാത്രം മതി പ്രാക്ടീസിംഗ് മുസ്ലിമായി, അതായത് എഴുതുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജനിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ്, ഞാൻ ജനിക്കുന്ന സമയത്ത് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്റെ മതം എഴുതി ചേർത്തത് ഞാനല്ലല്ലോ, എന്റെ രക്ഷിതാക്കളായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മതം, ഇപ്പോൾ ഒരു രക്ഷിതാവിന്റെ കുട്ടി, ആ രക്ഷിതാക്കൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു എന്നിരിക്കട്ടെ, ആ കുട്ടി ജനിക്കുമ്പോൾ അവർ ആ കുട്ടിയുടെ മതത്തിന്റെ കോളത്തിൽ മുസ്ലിം എന്ന് എഴുതി എന്നിരിക്കട്ടെ, പ്രാക്ടീസിംഗ് മുസ്ലിം ആകുമോ? ഞാൻ മതി 5 വർഷം 5 നേരം നിസ്കരിക്കുന്നൊന്നും വന്ന് നോക്കാൻ കഴിയില്ലല്ലോ. നിസ്കരിക്കുകയോ നിസ്കരിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് 5 വർഷം നിയമപരമായിട്ടെങ്കിലും ഇത് ഞാൻ സർട്ടിഫിക്കറ്റിൽ എഴുതിയാൽ മാത്രം മതിയെങ്കിൽ ഇപ്പോഴുള്ള നിയമത്തിൽ മാറ്റം വരുത്തിയത് എന്തിനാണ്? 2-3 തന്നെയല്ലേ? അഴിമതി നടക്കുന്നു എന്നേ, വലിയ അഴിമതി. അമുസ്ലിങ്ങളായ പലരുടെയും പേരിലേക്ക് സ്വത്തുകൾ എഴുതി കൊടുക്കുന്നു. അവർ ഒരാഴ്ചക്കുള്ളിൽ മുസ്ലിം മതം സ്വീകരിക്കുന്നു, 2 ആഴ്ചക്കുള്ളിൽ വഖഫിന് വേണ്ടി ഞങ്ങൾ ഇത് എഴുതി കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇതിന്റെ പുറകിൽ വലിയ അഴിമതി നടക്കുക. ലളിതമായ ചോദ്യം കൂടി, ബർത്ത് സർട്ടിഫിക്കറ്റിൽ മുസ്ലിം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ മതം രേഖപ്പെടുത്തുന്നത് ജനിക്കുന്ന സമയത്ത് രക്ഷിതാക്കളുടെ അറിവോടുകൂടി അവർ പ്രാക്ടീസ് ചെയ്തു വരുന്നതാണല്ലോ. ഒരു മിനിറ്റ് ചോദിക്കട്ടെ, അസ്വസ്ഥനാകല്ലേ? ആ കുട്ടി ജനിച്ച ശേഷം അല്പം കൂടി വളരുമ്പോൾ ആ കുട്ടിക്ക് മുസ്ലിം എന്നല്ല, ഇസ്ലാം എന്നല്ല, ഒരു മതത്തിലും വിശ്വാസമില്ലാതെ അവൻ അങ്ങനെ ജീവിക്കാൻ തോന്നുകയാണ്. പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അവന്റെ മതം ഇസ്ലാം എന്നാണ്. അവനപ്പോൾ ഭാവിയിൽ, അതായത് അവൻ പ്രകടമായി ഞാൻ മതമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഭാവിയിൽ അവന് സ്വത്തുക്കൾ വഖഫ് ചെയ്യണമെങ്കിൽ അവന്റെ വിശ്വാസത്തെ നിങ്ങൾ അളക്കുക അവന്റെ ജീവിതക്രമം അനുസരിച്ചാണോ, ബർത്ത് സർട്ടിഫിക്കറ്റിലെ രേഖ അനുസരിച്ചാണോ? അല്ല, ഈ വഖഫ് എന്ന് പറയുന്നത് അള്ളാന് കൊടുക്കുന്ന ഒരു ഭൂമിയായിട്ടാണല്ലോ ഇവർ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ഭൂമി, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ കൊടുക്കണ്ടെന്നേ. ബർത്ത് സർട്ടിഫിക്കറ്റിൽ 5 വർഷം ഞാനൊരു മുസ്ലിം ആണെന്ന് തെളിയിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ്, അറ്റ്ലീസ്റ്റ് ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖകളിൽ എന്താണോ നമ്മുടെ കയ്യിൽ ജാതി തെളിയിക്കുന്ന അല്ലെങ്കിൽ മതം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളത്, അതിനുശേഷം 5 വർഷമെങ്കിലും ആയവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെയുള്ള അഴിമതികളും മാഫിയ പരിപാടികളും പ്രാക്ടിക്കൽ ആകും എന്നതിനെ കുറിച്ച് ബില്ല് ഉണ്ടാക്കിയവർക്ക് പോലും ഒരു ബോധമില്ല, ഒരു ലക്ഷ്യമില്ല, ഒരു വിശദീകരണമില്ല എന്നുള്ളത് വ്യക്തവുമാണ്. ഞാൻ മടങ്ങി വരാം. ഷൈജു ആന്റണി, ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ഓടിച്ചിട്ട് തല്ലുന്നവർ കേരളത്തിൽ സഹായിക്കുമെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം സഭയ്ക്ക് തിരിച്ചറിയാനാകും എന്നാണ് ഇന്ന് ദീപിക എഡിറ്റോറിയലിലൂടെ പറയുന്നത്. ഓർഗനൈസർ ക്രൈസ്തവ സഭയ്ക്കെതിരെ ലേഖനം എഴുതുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നോ ഇങ്ങനെ ഒരു തിരിച്ചറിവിന്? അസിത, ഒരു പരിധിവരെ നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒന്ന്, ഓർഗനൈസർ അതിനെതിരെയുള്ള ലേഖനം എഴുതുകയും വീണ്ടും ഉത്തരേന്ത്യയിൽ ഇത്തരം ക്രൈസ്തവ വേട്ട നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഈ ജോമോൻ പറഞ്ഞ 2-3 കാര്യങ്ങളോടുകൂടി പറഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് വരാം. ജോമോൻ ഇതിനകത്ത് പറഞ്ഞത് എന്താണ്? മുനമ്പം വിഷയത്തിൽ ഇതിനോടകം പരിഹാരമായി കഴിഞ്ഞു. ജോമോൻ കുറേ ക്ലോസുകൾ പറഞ്ഞു. ആ ക്ലോസുകളെല്ലാം ശരിയാണ്, ഞാൻ ആ ക്ലോസുകളെ ഒന്നും ഖണ്ഡിക്കുന്നില്ല. പക്ഷെ ജോമോൻ ക്ലോസ് 2 മാത്രം മതി മുനമ്പം വിഷയത്തിൻ്റെ പരിഹാരമുണ്ടാകാൻ എന്ന് പറഞ്ഞു. എന്താണ് ക്ലോസ് 2? JPC ശുപാർശ ചെയ്ത ക്ലോസ് 2. ഈ ക്ലോസ് 2 അവിടെ ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ആ ക്ലോസ് ഇങ്ങനെയാണ് പറയുന്നത്:
provided further that nothing in this act shall apply to a trust established before or after the commencement of this act. ഒരു ട്രസ്റ്റിന് ഈ ആക്ടിലെ ഒരു കണ്ടീഷൻസും ബാധകമാകില്ല എന്നതാണ് ഈ ക്ലോസ്. അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് ഈ ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണ്. അപ്പൊ ട്രസ്റ്റിന് ഇത് അല്ലല്ലല്ല, ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണ്. അപ്പൊ ആ ട്രസ്റ്റിന് ഇത് ബാധകമാകില്ല എന്ന് ആ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വഖഫ് ചെയ്തിരിക്കുന്നത് ഫറൂഖ് കോളേജ് അല്ല, ഒരു സിദ്ദിഖ് സേട്ടാണ്. അപ്പൊ അത് ട്രസ്റ്റ് അല്ല, അത് ട്രസ്റ്റിന്റെ പേരിൽ വരില്ല. ഞാൻ പറഞ്ഞത് ആ മനുഷ്യരെ വെറുതെ പറഞ്ഞു പറ്റിക്കുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടത്തിന് വഴി തുറക്കുമെന്നുള്ളതല്ലാതെ ഈ അല്ലല്ല, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. ജോമോൻ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടിയില്ലായിരുന്നു. ഞാൻ ജോമോന്റെ സമയമാകുമ്പോൾ ജോമോൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ അമെൻമെന്റ് ആക്ടിനകത്ത് വളരെ സിമ്പിളായി ഒരു കാര്യം എഴുതായിരുന്നു. വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ, അസറ്റ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തതിന് മുമ്പ് നടന്നിട്ടുള്ള ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും. ഒരൊറ്റ വാചകം എഴുതിയാൽ മതി, മുനമ്പത്തെ മുഴുവൻ ജനങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. കാരണം മുനമ്പത്തെ ജനങ്ങൾക്ക് ഈ ക്രയവിക്രയം നടത്തിയതിന് ശേഷം ഏതാണ്ട് 9-10 വർഷങ്ങൾക്ക് ശേഷമാണ് വഖഫ് ബോർഡിന്റെ അസറ്റ് രജിസ്റ്ററിൽ ഈ ഭൂമി കയറുന്നത്. അപ്പോൾ വളരെ സിമ്പിളായി ഒരൊറ്റ വാചകം, വഖഫ് ബോർഡിന്റെ അസറ്റ് രജിസ്റ്ററിൽ കയറുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും. ഒരൊറ്റ വാചകം കൊണ്ട് തീർക്കാമായിരുന്ന ഒരു വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. JPC, ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ കമ്മിറ്റി 1000 പേജിനടുത്തുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് ഒരിടത്തും മുനമ്പം പരാമർശം വിഷയമായിട്ടില്ല. JPC മുനമ്പം വിഷയം ചർച്ച ചെയ്തതായി JPC റിപ്പോർട്ട് വായിച്ചാൽ തോന്നില്ല. മുനമ്പം വിഷയം JPC ചർച്ച ചെയ്തിട്ട് പോലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി വായിച്ചു നോക്കൂ. ഒരു ജനതയെ നിങ്ങൾ പറ്റിക്കരുത്. നിങ്ങളുടെ കൂടെ 50 പേരോ 50,000 പേരോ 5,000 പേരോ ചേർന്നോട്ടെ. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. നിങ്ങൾക്കത് രാഷ്ട്രീയമായി ഉപയോഗിക്കാമെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നം, ഞാൻ ഒരു വട്ടം ആ മുനമ്പൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരപന്തലിൽ പോയി സമരം നിന്നയാള് അവിടെ പോയി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രസംഗിച്ചയാളാണ്. അതുകൊണ്ട് ആ ജനതയെ ദയവ് ചെയ്ത് വഞ്ചിക്കരുത്. ഇതിനകത്തൊരു പരിഹാരമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഇന്ന ക്ലോസ് പ്രകാരം ഇന്ന തരത്തിൽ പരിഹാരമുണ്ട് എന്ന് കൃത്യമായി പറയാൻ പറ്റണം. ബാക്കി ക്ലോസുകളൊന്നും വായിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതല്ല അവരെ ബാധിക്കുന്ന പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, ക്രൈസ്തവ നേതാക്കളുടെ പ്രശ്നം എന്താണെന്നറിയോ, ഓർഗനൈസറിൽ ലേഖനം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സഭയുടെ സ്വത്ത്, അത് മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദു ആയിക്കോട്ടെ, ആരുടെയെങ്കിലും ആ സ്വത്തുക്കൾ മാനേജ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു. അത് മാനേജ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് മാനേജ് ചെയ്യുന്ന കമ്മിറ്റിയിൽ ആ സഭയിൽ പെടാത്ത ആളുകളെ വെക്കുന്നു. അതെങ്ങനെ ഭരണഘടനയ്ക്ക് അനുസൃതമായ കാര്യമായി മാറും? അതെന്തായാലും ഭരണഘടനയ്ക്ക് അനുസൃതമായ ഒരു കാര്യമായി മാറില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ നിൽക്കുമ്പോൾ ക്രൈസ്തവ സഭകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു ലേഖനം ഓർഗനൈസറിൽ വരുന്നു. ഓർഗനൈസറിൽ വരുന്ന ലേഖനം ഓർഗനൈസർ തൊട്ട് പിന്നാലെ പിൻവലിച്ചു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം ഓർഗനൈസർ RSS എന്തിനു വേണ്ടി സഭകളുടെ സ്വത്തിൻ്റെ കണക്കെടുത്തു? എന്തിനാണ് ആ കണക്കെടുക്കുന്നത്? സഭകളുടെ സ്വത്തിൻ്റെ കണക്കെടുക്കാൻ RSSനെ ആരാണ് നിയോഗിച്ചത്? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഞാൻ ചോദിക്കുന്നത്, സഭകളുടെ സ്വത്തിൻ്റെ കണക്കെടുത്തെന്ന് പറഞ്ഞ് വെറുതെ കണക്കല്ല. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു വലിയ അംബർലയുടെ കീഴിലാണ് നിൽക്കുന്നത്. കത്തോലിക്ക സഭയുടെ കീഴിൽ വിവിധ സഭകളുണ്ട്, വിവിധ കോൺഗ്രിഗേഷനുകളുണ്ട്, വിവിധ ഡയസിസുകളുണ്ട്, വിവിധ ഇടവകകളുണ്ട്. അങ്ങനെ നിരവധി ഇടവകകളുടെ, നിരവധി ഡയസിസുകളുടെ, നിരവധി ട്രസ്റ്റുകളുടെ, നിരവധി കോൺഗ്രിഗേഷനുകളുടെ ഒക്കെ പേരിലുള്ള വിവിധ തരത്തിലുള്ള സ്വത്തുക്കൾ. ഞാൻ പറഞ്ഞത് നേഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജും മാത്രമല്ല അതിനകത്ത് എടുത്തേക്കുന്നത്. ഡിസ്പെൻസറി എത്രയുണ്ടെന്ന് വരെ എടുത്തിട്ടുണ്ട്. ഡിസ്പെൻസറി, നഴ്സറി സ്കൂൾ എത്രയുണ്ട്, കക്കൂസ് എത്രയുണ്ടെന്നുള്ളതിനെ കണക്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിനാണ് RSS ഇങ്ങനെ ഒരു കണക്കെടുക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം.
നിങ്ങൾ ലേഖനം പിൻവലിച്ചത് നിങ്ങളുടെ പൊളിറ്റിക്സ് ആണ്, നിങ്ങളുടെ രാഷ്ട്രീയമാണ്. പക്ഷെ നിങ്ങൾ എന്തിന് കണക്കെടുത്തു എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ആ കണക്കെടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാണ് കണക്കെടുക്കുന്നത്? ആ കണക്കെടുത്തതിന്റെ പിന്നിൽ വ്യക്തമായ ദുരുദ്ദേശമുണ്ട്. നാളെ ഇത് ക്രൈസ്തവ സഭകളെ നിയന്ത്രിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഏതൊക്കെ തരത്തിലുള്ള സ്വത്തുക്കളാണ് ക്രൈസ്തവ സഭകളുടെ കയ്യിലുള്ളത്? ബിൽ പാസ്സാക്കുമ്പോഴും പ്രകടമായിരുന്നു. എല്ലാ മനുഷ്യരും അത് ഒരുമിച്ച് പറഞ്ഞതാണ് ആ ദുരുദ്ദേശത്തെ കുറിച്ച്. പക്ഷെ അന്നത് ബോധ്യമാകാതിരുന്നത് ക്രൈസ്തവ സഭകൾക്കാണ്. കാരണം എന്താണ്? മുനമ്പമാണ്. മുനമ്പത്തെ മുൻനിർത്തി മാത്രം അവർ ആ വിഷയത്തെ കണ്ടു. അപ്പോൾ ഈ തിരിച്ചറിവ് ആ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ മെസ്സേജ് പോലും കൊടുക്കാൻ ഈ നാടിന് കഴിയുമായിരുന്ന വിഷയമായിരുന്നു. അന്നത് ഉണ്ടായില്ല. അപ്പോൾ തങ്ങൾക്ക് നേരെ വരുമ്പോൾ മാത്രം ഈ നിലയിൽ ഇടപെടും എന്നുള്ള അത് ശരിയാണോ ഷൈജു ആന്റണി? അസിത, ഇത് ഒരു ദീർഘവീക്ഷണമില്ലായ്മ ഞങ്ങളുടെ പല ബിഷപ്പുമാർക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ബിഷപ്പുമാരിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങളുടെ ബിഷപ്പുമാരിൽ ഇപ്പൊ സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാരുടെ എണ്ണം എടുത്താൽ ഏകദേശം 54-55 ബിഷപ്പുമാരുണ്ട്. ഈ ബിഷപ്പുമാരിൽ ഭൂരിഭാഗം ബിഷപ്പുമാരും, ഒരു വളരെ ചുരുക്കം വിരലിലുണ്ടാവുന്ന കുറച്ച് ബിഷപ്പുമാരൊഴിച്ച് ഭൂരിഭാഗവും ബിഷപ്പുമാരും അതിശക്തമായി നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന ബിഷപ്പുമാരാണ്. വിരലിലുണ്ടാവുന്ന കുറച്ച് ബിഷപ്പുമാർ കളങ്കിതരായ ബിഷപ്പുമാരാണ്. അവർ അൺഫോർച്ചുനേറ്റ്ലി അവർ ഈ സിനഡിനെ നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഈ സിനഡിനെ നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നുണ്ട്. അവർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാനായിട്ട് അവർക്ക് അവരുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ ഉണ്ട്. FCR അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അഫിലിയേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ പലയിടത്തും EDയുടെയോ NIAയുടെയോ പ്രതിപട്ടികയിൽ പല ബിഷപ്പുമാർ, 1-2 ബിഷപ്പുമാർ പെട്ടിരിക്കുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ അവർ മൂലമുണ്ടായ ചില പ്രതികരണങ്ങൾ മാത്രമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ അതല്ല സഭയുടെ ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകേണ്ടത്. സഭയ്ക്കകത്ത് തന്നെ യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണത്തോടെ വിഷയത്തെ പഠിക്കാതെ ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്ത രീതിയെ വിമർശിക്കുന്നവർ ധാരാളമാണെന്ന്. ഇന്ന് ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഇന്ന് ധാരാളം ആളുകൾ സഭയ്ക്കകത്ത് തന്നെ ഈ വിഷയത്തെ അവർ കൈകാര്യം. ഇനി അതെല്ലാം പോട്ടെ, ഒരു കത്തോലിക്ക സഭ ഒരു ഇതര സമുദായത്തെ അന്യവൽക്കരിക്കാമോ? ശത്രു പക്ഷത്ത് നിർത്താമോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കാണിക്കേണ്ടിയിരുന്ന കുറേ രീതികളുണ്ടല്ലോ. അപ്പം അവർ കൈകാര്യം ചെയ്ത രീതി പൂർണ്ണമായും തെറ്റായിപ്പോയി എന്ന് വിശ്വസിക്കുന്ന അനേകം ബിഷപ്പുമാരും അനേകം സഭയുടെ നന്മ കാക്ഷിക്കുന്ന അനേകം പേരുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ വക്താവ് പറഞ്ഞത് ഞങ്ങൾ മടുത്തു എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇന്നത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഞാൻ മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, ഈ ബില്ലിലെ പോരായ്മകൾ ഒരുപാടാണ്. ഇവിടെ ഇപ്പോൾ ജോമോൻ ചക്കാലക്കൽ മുസ്ലിം ഇതര മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ ഇതിന്റെ പരിധിയിലേക്ക് വരുന്നതിനേക്ക് വളരെ വിപ്ലവകരമായ നിലപാടായി അവതരിപ്പിക്കുന്നുണ്ട്. ശരി, വിപ്ലവകരമെന്ന് നമുക്ക് അംഗീകരിക്കാം. ഒരു മറു ചോദ്യം അപ്പോൾ നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ്, ക്ഷേത്രങ്ങളുടെ വസ്തുവകകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡാണല്ലോ. ഈ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് നിയമസഭയിലെ ഏതൊക്കെ സാമാജികർക്ക് അതിന് വോട്ട് ചെയ്യാം? ഹിന്ദുവായിട്ടുള്ള ആളുകൾക്ക് മാത്രം. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില മതങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ മതി എന്ന് ശഠിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യവും. അല്ലെങ്കിൽ ഇതിന്റെ ഈ ബില്ലിന്റെ തന്നെ അന്തസത്ത എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ഒരുപാട് വകുപ്പുകളുള്ള ബില്ല്, അതൊക്കെയും കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നതിൽ സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നു. അതിന് കേരളത്തിൽ മറയാക്കുന്നത് മുനമ്പത്തെയുമാണ്. ഈ ഒരു ഗൂഢാലോചന, ഈ ഒരു തിരക്കഥ ഒരു പരിധി വരെയെങ്കിലും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ലേ? ഈ BJP പറയുന്ന വാദങ്ങൾക്കൊക്കെ തിരിച്ച് മറുപടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വസ്തുതകളുമായോ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ, കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹമാണ് ഈ നിയമത്തിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത്. അദ്ദേഹം 3 തവണ പറഞ്ഞു ഇതുകൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാൻ പോകുന്നില്ല. ആദ്യം ലോക്സഭയിൽ പറഞ്ഞു, പിന്നീട് രാജ്യസഭയിൽ അതിന് കുറച്ചുകൂടെ വിശദീകരണം നൽകി. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂവിൽ മുനമ്പം വിഷയം സ്പെസിഫിക് ആയിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് നിയമം പാസ്സാക്കിയത് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാൻ പോകുന്നില്ല. അവർക്ക് ഇനി ആകെപ്പാട് ചെയ്യാവുന്നത് ട്രൈബ്യൂണൽ ഒരു വിധി പറയും, ആ വിധിക്കെതിരെ അവർക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകാം. ഇത് മാത്രമാണ് ഈ കിരൺ റിജിജുവോട് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ BJPയുടെ മുഴുവൻ വക്താക്കളും മുഴുവൻ നേതാക്കളും
അതൊന്നുമല്ല യാഥാർത്ഥ്യം, അതൊന്നുമല്ല. ഇപ്പോൾ പരിഹരിക്കും 50 പേര് ഇപ്പൊ തന്നെ BJP ചേർന്നു. ഉടനെ തന്നെ പൂജ്യങ്ങൾ ഉടനെ ഇനി കൂടാൻ പോകുന്നു. അവസാനം പൂജ്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അതാണ് അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കാരണം വഖഫ് നിയമം പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പോൾ മുൻപത്തെ ജനങ്ങൾക്ക് ഉണ്ടെന്നോ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നോ തോന്നുന്നില്ല. കാരണം ഒരു പ്രതികരണങ്ങളും ഇപ്പോൾ അവിടെ നിന്നും ഉണ്ടാകുന്നുമില്ല. കാരണം അവർ മനസ്സിലായി BJP ഇത് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നിയമം പാസ്സാക്കിയത് കൊണ്ട് ഇപ്പം പറയുന്നുണ്ട് സെക്ഷൻ 2A അല്ലെ എന്തോ പറഞ്ഞുകൊണ്ട് അത് ഇവിടെ JPC പോലും പിന്നെ അറിഞ്ഞിട്ടില്ല എന്താ മുനമ്പം എന്ന് പോലും. എനിക്ക് തോന്നുന്നില്ല കിരൺ റിജുവിന്റെ അടുത്ത് പോലും ആരാണ്ട് പറഞ്ഞു കൊടുത്ത് ഇത് മുനമ്പം എന്ന് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം തന്നെ അങ്ങനെ മാത്രം അദ്ദേഹം കോട്ട് ചെയ്തൊരു വാക്കായി ഈ മുനമ്പം അറിയിക്കുക. ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസ് എടുത്ത നിലപാട്, കാരണം ഞാൻ കോൺഗ്രസിന്റെ വാദം പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ശക്തമായി എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ വഖഫ് നിയമം പാസ്സാക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇതിന് മുഴുവൻ ഈ ആരോപണങ്ങള് ശരം ഏറ്റുവാങ്ങിയത് കോൺഗ്രസ്, മറ്റാരുമല്ല. ഇതിന്റെ മുഴുവൻ ഉത്തരവാദികൾ കോൺഗ്രസ്സാണ്. ഇവിടെ 95 വഖഫ് നിയമം വന്നു, ആരും കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. 2013 അമെന്റ്മെന്റ് വന്നു, അന്ന് BJP ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടികൾ യുനാനിമസ് ആയി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 2013 അമെന്റ്മെന്റ് പാസ്സാകുന്നത്. അന്നൊന്നും ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത് വളരെ ഇപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, BJPക്ക് ഒരു നരേറ്റീവ് ഉണ്ടാകുന്നു. അവർക്ക് കേരളം എങ്ങനെയും പിടിക്കണം, കേരളത്തിന്റെ അകത്തേക്ക് അവർക്ക് കയറണമെങ്കിൽ അവർ കഴിഞ്ഞ 10-15 വർഷം അവർ ചെയ്യാതെ മുഴുവൻ നോക്കി അവർക്ക് കേരളത്തിനകത്ത് ഒരു കളമുണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതിനുള്ള പിടിവള്ളി ആയിരുന്നു ഈ വഖഫ് എങ്കിൽ റോണി കെ ബേബി ഇപ്പോൾ കേരളത്തിലേക്ക് കടക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയിരുന്നല്ലോ പ്രിയങ്ക ഗാന്ധി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ചകൾ നടക്കുമ്പോൾ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? ചർച്ചയിൽ എങ്ങനെ പങ്കെടുത്തു? ആ ചോദ്യത്തിന് കെ സുധാകരൻ നൽകിയ മറുപടി എന്താണ്? BJP നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ നടപ്പിലാക്കും, ആര് പറഞ്ഞാലും എതിർക്കില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ. നിങ്ങളുടെ MP മാർ എന്തിനാണ് പാർലമെന്റിലേക്ക് പോകുന്നത്? വീട്ടിലിരുന്നാൽ പോരെ? ഭൂരിപക്ഷമുള്ളവർ ആര് പറഞ്ഞാലും കേൾക്കില്ല, അവരെല്ലാം അങ്ങ് നടപ്പിലാക്കട്ടെ എന്നേ. നമ്മളിങ്ങനെ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവരൊക്കെ എത്രയോ തവണ വളരെ കൃത്യമായി മറുപടി പറഞ്ഞതാ. ഇവിടെ CPM മാത്രമേ ആ വിഷയം ഉന്നയിക്കുന്നുള്ളൂ. രാഹുൽ ഗാന്ധി എവിടെ പോയി, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വിഷയമാണ് പ്രൊഫസർ റോണി കെ ബേബി. കെ സുധാകരൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബിൽ പാസ്സാകും, അതിനുള്ള ഭൂരിപക്ഷം അവർക്കുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷ സ്വരം ഉയർത്തുക, അതിന്റെ ലീഡർഷിപ്പിലുള്ള ആളാണ് രാഹുൽ ഗാന്ധി. കേരളത്തിലേക്ക് കടന്നു കയറാനുള്ള നീക്കമാണെന്ന് അങ്ങ് പറയുന്നു. കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. അവർ അതിന്റെ എതിരഭിപ്രായം പറയണ്ടേ? ഇത് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് പറയണ്ടേ? അത് പറയാതെ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് ആര് പറഞ്ഞാലും BJP പിന്മാറില്ല എന്ന് പറയുന്ന വാദം അതെങ്ങനെ നിലനിൽക്കുന്നതാണ്? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു MP മാരും പാർലമെന്റിൽ പോകണ്ടെന്നേ. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, അവരെല്ലാം പാസ്സാക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഇപ്പോൾ ഈ മുനമ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ വഖഫ് നിയമത്തില് ഈ പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നും കോൺഗ്രസിന്റെ ഒരു ശബ്ദവും ഉയർന്നില്ല, കോൺഗ്രസിന് ഒരു പ്രതികരണം ഉയർന്നില്ലെന്നാണോ ഇവിടെ ഇപ്പോൾ പറഞ്ഞു? ഒരിക്കലുമല്ല. കോൺഗ്രസ് ആ വിഷയത്തിൽ പാർലമെന്റിൽ സ്വീകരിച്ച നിലപാടിനെ അഭിനന്ദിക്കുന്നു. MP മാർ ഉന്നയിച്ച ചോദ്യങ്ങളും ആ വിഷയത്തിൽ പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, അതിനെയൊക്കെ അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ വിഷയം ഉയർത്തുമ്പോഴുള്ള നറേറ്റീവ് തന്നെ മറ്റൊന്നാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഈ രാജ്യത്തെ മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള, മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള ബില്ലാണ് അതെന്ന് പറയാനുള്ള ആർജവം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ല. അത് വളരെ വലിയ പ്രശ്നമാണ്. അത് അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് നടപ്പിലാകുമല്ലോ എന്നോ മറ്റു നേതാക്കൾ പറഞ്ഞല്ലോ എന്നുള്ള ന്യായീകരണത്തിലൊന്നും ഒതുങ്ങുന്ന വിഷയമല്ല അത്. പ്രൊഫസർ റോണി കെ ബേബി, ഈ നമ്മള് ദേവി ചെയ്ത ഈ മുനമ്പം വിഷയത്തിൽ നിന്നും വഴിതെറ്റി പോകലെന്നാണ് ഒരു സെനൻസ് മറുപടി കൊണ്ട് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയണം. ഇന്ത്യയിലെ 21 കോടതികളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ RSS കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. BJPയുടെയും അവരുടെ വിദ്വേഷ രാഷ്ട്രീയത്തെയും എതിർത്തതിന് പേരിൽ ലോക്സഭാംഗത്തിൽ പോലും നഷ്ടപോയ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഈ വഖഫ് വിഷയത്തിൽ അദ്ദേഹം ലോക്സഭയിൽ 2 വാക്ക് പറഞ്ഞില്ല എന്നതുകൊണ്ട് അത് അദ്ദേഹത്തിന് ഒരു കുറവായിട്ടൊന്നും പരിഗണിക്കേണ്ട. അത് വളരെ കൃത്യമായി അദ്ദേഹം മറ്റ് ഈ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് അദ്ദേഹത്തിന് സമയം കൂടി കൊടുത്തു. കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതിയിൽ പോലും ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതിയെ സമീപിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വഖഫ് നിയമത്തില്. ഇനി നമുക്ക് ഈ മുനമ്പം വിഷയത്തേക്ക് വരാം. ഈ മുനമ്പം വിഷയത്തിന് ഏതെങ്കിലും BJPയുടെ കാപട്യം ഇവിടെ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടു. BJPക്ക് ഇപ്പൊ ഒന്നും അതിൻ്റെ അത് പറയാനില്ല. കഴിഞ്ഞ ദിവസം പോലും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഇനി പ്രക്ഷോഭത്തിന് ഞങ്ങൾ പോകാൻ പോവുക. അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം കേരളത്തിൽ ചോദിക്കും, അധികം ദിവസമൊന്നും വേണ്ട, മുനമ്പത്തെ ജനം തന്നെ ഈ BJP നേതാക്കളെ കഴിഞ്ഞ ദിവസം ഇവരെ മാലയിട്ട് സ്വീകരിച്ചെങ്കിൽ ഇനി ചൂലുകൊണ്ട് ഈ BJP നേതാക്കളെ അടിച്ചോടിക്കുന്ന ഒരു കാഴ്ച കാണാൻ പോവുക. ജനം ചോദിക്കും, എവിടെ
അല്ല നിയമം പാസ്സായില്ല എന്തുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല? നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യും. BJP സംസ്ഥാന പ്രസിഡന്റിന് പോലും പറയാൻ പറ്റുന്നില്ല ഈ വഖഫ് നിയമം അതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് ഇവിടെ പോകുന്നു. ഈ വിഷയം ഒരു രണ്ടോ ബഹുമാനപ്പെട്ട ശ്രീ ജോമോൻ ഞാൻ ഉദ്ധരിക്കുന്നത് ഞാൻ അരുണിലേക്ക് വരാം. അരുൺ, ഞാൻ അതിന് മുൻപ് ജോമോന്റെ കയ്യിൽ നിന്ന് ആ പോയിന്റ് കൂടി എടുത്തോട്ടെ. ജോമോൻ എങ്ങനെ പരിഹരിക്കും? അതിന് ഒരു കൃത്യമായ ഒരു മറുപടി പറയൂ. ഷൈജു ആന്റണി പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പറയുന്ന ക്ലോസിന്റെ ഒന്നും പരിധിയിൽ വരുന്ന വിഷയമല്ല മുനമ്പം എന്നുള്ളത് പ്രാഥമികമായി മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി ഇത് വെച്ച് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹരിക്കും? അതിനോ അങ്ങനെയാണെങ്കിൽ ഇതിനോടൊക്കെ പരിഹരിക്കണ്ടേ? നിയമമായിട്ട് പരിഹരിക്കും. എവിടെ നിയമമായിട്ട്? കുറച്ച് ദിവസം മിനിങ്ങാന്ന് രാത്രി 2 മണിക്കല്ലേ നിയമമായത്? മിനിങ്ങാന്ന് രാത്രി 2 മണിക്ക് നിയമമായത്. ഇതിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്നും മുൻപത്തെ വിഷയങ്ങൾ പരിഹരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ടാണ് കിരൺ റിജിജു അടക്കമുള്ളവർക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നത്? അങ്ങനെയാണെങ്കിൽ അത്ര ബോധമില്ലാത്ത ആളുകളായിരുന്നു ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയെങ്കിൽ നാളെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വലിയൊരു സ്വീകരണമൊക്കെ കൊടുത്ത് കൊണ്ടുവരുമായിരുന്നു. ഇത് പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ അതിന് തുനിയുമായിരുന്നു. ശരി, എങ്ങനെ പരിഹരിക്കുമെന്ന് പറയൂ. എങ്ങനെ പരിഹരിക്കും? താങ്കൾ പറഞ്ഞ ക്ലോസ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണോ? പറയൂ. ഞാൻ പറഞ്ഞ ക്ലോസിൽ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് വെച്ച് ഇത് പരിഹരിച്ചിരിക്കും. ഏതെങ്കിലും വിധത്തിൽ അല്ല, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിയമപരമായി പോയാൽ അതേ നിയമം വെച്ച് തന്നെ ഞങ്ങൾ അതിനെ എങ്ങനെയെന്ന് പറയൂ. ജോമോൻ ചക്കാലക്കൽ വെറുതെ പരിഹരിക്കുമെന്ന് പറയല്ലേ, എങ്ങനെയെന്ന് പറയൂ. ഒരു പക്ഷേ ഇത് കാണുന്ന മനുഷ്യർക്കൊക്കെ അതിനകത്തൊരു ജോമോൻ apply to a trust established before and after the commencement of this act എന്നാണ്. ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് അപ്ലൈങ് ടു എ ട്രസ്റ്റ്, അല്ലാതെ വേറെ പുറത്തൊരിടത്തും അല്ല. ഞാൻ നിങ്ങളിപ്പോൾ ഈ ഫറൂഖ് ട്രസ്റ്റിനെ കണ്ടിട്ടാണ് ഈ നിലയിൽ വലിയ വാഗ്ദാനങ്ങൾ നടത്തുന്നതെങ്കിൽ ആ ഭൂമി കൈമാറ്റം ചെയ്തത് ഫറൂഖ് ട്രസ്റ്റ് അല്ല, അത് സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തിയാണ്. എങ്ങനെ കൊണ്ടുവരും ഈ നിയമത്തിന്റെ പരിധിയിൽ നിങ്ങൾ? ഒന്നാമത് സിദ്ദീഖ് സേട്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ? മുസ്ലിം ആയിരുന്നു. പറഞ്ഞുതരാം. ഒന്നാമത് സിദ്ദീഖ് സേട്ട് തീർപ്പ് കൽപ്പിച്ചു പോയി. അതിന്മേൽ നടപടിയെടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മുനമ്പം ജനതയ്ക്ക് ഞങ്ങൾ രക്ഷ സുഹൃത്തെ, ഇങ്ങനെ പറഞ്ഞത് കൊണ്ടായില്ല. ട്രസ്റ്റ് അല്ലാതെ നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? ഏത് നിയമമാണെന്ന് പറയൂ. ഞാൻ പറയാം. ഒന്നാമത് സിദ്ദീഖ് സേട്ട് നിയമപരമായിട്ടല്ല ഇത് എഴുതി കൊടുത്തിരിക്കുന്നത്. തനിക്ക് പാട്ടക്കരാർ കിട്ടിയ ഒരു ഭൂമി താൻ എഴുതി കൊടുത്തിരിക്കുന്നു. ആളുകൾ പറയില്ലേ, വഴിയിൽ കിടന്ന് കിട്ടിയ തേങ്ങ കിട്ടിയ പോണ വഴിക്കൊരു അമ്പലം കണ്ടപ്പോ ഗണപതിക്ക് ഉടച്ചു എന്ന് പറയുന്ന പോലെ തനിക്ക് വെറുതെ കിട്ടിയ ഒരു ഭൂമി അല്ലെങ്കിൽ തനിക്ക് പാട്ടം കിട്ടിയ ഒരു ഭൂമി താൻ അത് ഫറൂഖ് കോളേജിൽ എഴുതി കൊടുക്കുന്നു. അതൊക്കെ ഈ നിയമത്തിന് മുമ്പേ ഇതിന് മുൻപാണ്. ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ല സുഹൃത്തെ. നിങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നാണ് പറയുന്നത്? ആരെയാണ് നിങ്ങൾ ഈ പറ്റിക്കുന്നത്? നിങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റും? മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം നിങ്ങൾ പറയുന്ന നുണ മുഴുവൻ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഞങ്ങൾ ചർച്ച ചെയ്യും. അതെ അതെ അതെ, ഞാൻ അരുൺകുമാറിലേക്ക് പോകും. അരുൺകുമാർ ഈ നിലയിലാണ്. ശരി ശരി, തർക്കത്തിലേക്ക് പോകരുത് ദയവേത്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അപ്പോൾ ഈ നിലയിലാണ് BJP ഇത് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോമോൻ ഈ പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് വാസ്തവത്തിൽ അത് വലിയ മാനങ്ങളുള്ള വിഷയമാണ്. ഈ സർട്ടിഫൈഡ് മുസ്ലിം ഇനി മുതൽ BJP ആണോ അപ്പോൾ ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെയും മതവിശ്വാസത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്? ജോമോൻ പറയുന്നത് എന്തോ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഞങ്ങളത് മനസ്സിലാക്കും, അതിനൊക്കെ നിയമമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. എങ്ങനെയാണ്, എന്താണ് അരുൺകുമാർ ഇദ്ദേഹം പറയുന്നത്, BJP പറയുന്നത്? പ്രോപ്പർ എവിഡൻസ്, അത് കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ ഇനി കൊടുക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ ഈ പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമപ്രകാരം ഈ മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുനമ്പത്ത് ഇപ്പോഴും സമരം തുടരുന്നത്? അവിടെ കഴിഞ്ഞ 176 ദിവസമായി നടക്കുന്ന സമരം അതേ രൂപത്തിൽ തുടരുകയല്ലേ? നിങ്ങളുടെ ഗവൺമെന്റ് പാസാക്കിയ നിയമപ്രകാരം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിൽ ആ സമരം നിർത്തി എണീറ്റ് പോയിക്കൂടെ? നിങ്ങൾ വലിയ മധുരം മിഠായിയൊക്കെ വിതരണം ചെയ്തല്ലോ, പിന്നെയും സമരം തുടരുകയല്ലേ? അവിടെ നിൽക്ക, നിങ്ങൾ കേൾക്ക്. അല്ല മിസ്റ്റർ, നിങ്ങൾ സംസാരിച്ചപ്പോ എത്ര മര്യാദയോടെ കേട്ടിരുന്നാണ്. നാളെ കഴിഞ്ഞ് അവരുടെ കേന്ദ്രമന്ത്രി വന്ന് സമരം പിരിച്ചുവിടുമെന്നാണ് പറയുന്നത് അരുൺകുമാർ. ആയിക്കോട്ടെ. എന്തായാലും ഇവിടെ കൃത്യമായി തന്നെ ശ്രീ ഷാജു ആന്റണി അടക്കം അത് വിശദീകരിച്ചു. ഏതെങ്കിലും ഈ റിട്രോസ്പെക്റ്റീവ് ഈ എഫക്റ്റ് ഈ നിയമത്തിന് ഇല്ല എന്ന് കൃത്യമായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു, കിരൺ റിജിജുവും പറഞ്ഞു. അപ്പോൾ മുൻപ് നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊന്നും ഈ ഭൂപ്രശ്നം പരിഹരിക്കാൻ ഒരു രീതിയിലും സഹായമാകില്ല.
പിന്നെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും വിശദമായി പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇത് വ്യക്തമാണ്. BJP-ക്കാർക്ക് മാത്രം മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാകട്ടെ, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ഏറ്റവും ആദ്യം കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, ഈ ഗവൺമെന്റിന്റെ, ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് പട്ടാളത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി, ആ പട്ടാളത്തിന്റെ കയ്യിലുള്ള ഒന്നാമത് സെക്ഷൻ 40 നിങ്ങളൊന്ന് കേൾക്കും മിസ്റ്റർ, എന്ത് മര്യാദകേടാ കാണിക്കുന്നത്? നിങ്ങൾ സംസാരിച്ചപ്പോൾ ആരെങ്കിലും മിണ്ടിയോ? വസ്തു വകുപ്പാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വകുപ്പ് ബോർഡിനായിരുന്നെങ്കിൽ ആ നിയമം തന്നെ എടുത്തു കളഞ്ഞു പുതിയ നിയമ ഭേദഗതിയിൽ. അതുകൊണ്ട് അതിന് മുൻകാല പ്രാബല്യമില്ല. മുൻകാല പ്രാബല്യമില്ല സുഹൃത്തേ, ഇത് മുൻപ് നടന്ന വിഷയമാണ്. ശരി, അരുൺകുമാർ പൂർത്തിയാക്കും. അരുൺകുമാർ പറയൂ. ഈ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി, ആ നിയമം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. താങ്കളുടെ അറിവില്ലായ്മ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പല്ലേ. ജനങ്ങൾ ഇതൊക്കെ കുറെ നാളായിട്ട് കേൾക്കുന്നതാ, ഒന്ന് കേട്ടിരിക്കെ. ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി, അത് പട്ടാളത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഏറ്റവും അധികം, അത് കഴിഞ്ഞ് റെയിൽവേയുടെ കയ്യിൽ, അത് കഴിഞ്ഞ് വഖഫ് ബോർഡിന്റെ കയ്യിലാണ് ഈ പ്രോപ്പർട്ടി മുഴുവൻ. അതായത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി കയ്യിലുള്ളത് മുസ്ലിങ്ങളാണ് എന്ന രൂപത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പാർലമെന്റിൽ അത് പാസാക്കിയ പിറ്റേ ദിവസം ഓർഗനൈസറിൽ വരുന്ന ലേഖനത്തിൽ ഈ രാജ്യത്ത് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രിസ്ത്യൻ സഭകളുടെ കയ്യിലാണ്, കത്തോലിക്ക സഭയുടെ കയ്യിലാണ് എന്നൊരു കണക്ക് പ്രസിദ്ധീകരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇത്തരം ഒരു കണക്ക് ഈ RSSന്റെ കയ്യിൽ വരിക, ഓർഗനൈസറുടെ കയ്യിൽ വരിക? അപ്പൊ പ്രീ പ്ലാൻഡ് ആയിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി കൃത്യമായി പരിശോധിച്ച് കണക്കുകൾ തയ്യാറാക്കി വച്ചിരിക്കുക. ആദ്യത്തെ ശത്രു ഇസ്ലാം, അവരെ കൈകാര്യം ചെയ്യാൻ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ, ആ ക്രിസ്ത്യാനികളെ ഒരു കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാര്, പിന്നെ ഓരോ ന്യൂനപക്ഷവും ആ ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വം ഓരോന്നായി ഇല്ലാതാക്കാൻ ഈ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കണ്ടില്ലേ. ജബൽപൂരിൽ എത്ര ക്രൂരമായിട്ടാണ് പോലീസിന്റെ മുന്നിൽ വെച്ച് പുരോഹിതന്മാരെ ആക്രമിക്കുന്ന സാഹചര്യം നാം കണ്ടത്. ഫാദർ ഡേവിഡ് ജോർജ്, അതുപോലെ തന്നെ ഫാദർ ജോർജ് തോമസ്, ഏറ്റവും മികച്ച പ്രവർത്തകനുള്ള, വിദ്യാഭ്യാസ പ്രചാരകനുള്ള അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് 3 തവണ കൊടുത്ത ആളെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. ആരെങ്കിലും ചോദിച്ചോ? ഏതെങ്കിലും പോലീസുകാർ തടയുന്ന സാഹചര്യം ഉണ്ടായോ? ഒറീസയിലെ ബൽഹാംപൂര് രൂപതയിൽ അവിടെയും ക്രൂരമായിട്ടുള്ള ആക്രമണം. മലയാളിയായിട്ടുള്ള ജോഷി ജോർജ് ഫാദർ, അതുപോലെ തന്നെ സഹവികാരിയായിട്ടുള്ള ദയാനന്ദ് നായക് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. പോലീസ് അതിനുള്ള സഹായം ചെയ്യുകയാണ്. ഛത്തീസ്ഗഡിൽ നഴ്സിംഗ് കോളേജിൽ നടത്തിയ കന്യാസ്ത്രീയെ അങ്ങ് മതപരിവർത്തനം നടത്തിയെന്ന ഒരു കുറ്റം അങ്ങ് ചുമത്തിയിട്ട് എത്ര ക്രൂരമായി ആക്രമിക്കുന്നു, പൈശാചികമായിട്ട് ആക്രമിക്കുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച കണ്ട സംഭവമാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ കുറെ കണക്കുകൾ. UCF, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം, കഴിഞ്ഞ വർഷം അവർ 2024 ഉണ്ടായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ടുള്ള ആക്രമണം 834 ആയിരുന്നു. അത് 2023 734. അതായത് ഇവിടെ ചില സഭകൾ വന്നിരുന്ന ചാനൽ ചർച്ചകളിൽ അടക്കം ന്യായീകരിച്ച് നിങ്ങൾ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണം എന്ന് രാഷ്ട്രീയ നേതാക്കന്മാരോട് ആവശ്യപ്പെടുകയും അങ്ങനെ പിന്തുണച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകുമെന്ന് കാത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കം വന്ന് പറയുമ്പോഴാണ് ഇവിടെ ഈ രാജ്യത്താകമാനം ക്രൂരമായിട്ടുള്ള ആക്രമണം ക്രിസ്ത്യൻ മതത്തിനെതിരെ, ഇസ്ലാം മതത്തിനെതിരെ, മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷം തികയുന്ന ഈ വർഷത്തോടെ ന്യൂനപക്ഷത്തെ എല്ലാം അടിച്ചമർത്തി ഒരേ രാജ്യം, ഒരേ മതം, ഒരു ജാതി, ഒരു ഭാഷ, ഒരു വേഷവിധാനം, ഒരേ ഭാഷ എന്ന RSSന്റെ തിട്ടൂരം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനുവേണ്ടി കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. കേന്ദ്രമന്ത്രി വന്ന് പല സഭാ മേലധ്യക്ഷന്മാരെ ഭീഷണിപ്പെടുത്തും. ഏറ്റവും അവസാനം സുരേഷ് ഗോപി പത്രക്കാരോട് പറഞ്ഞ വാചകമുണ്ടല്ലോ, ഇത് ബി കെയർഫുൾ. നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? നിങ്ങൾ ആരാ ചോദിക്കുന്നതെന്ന് വീണ്ടും ചോദിച്ചിട്ട് പറഞ്ഞു ബി കെയർഫുൾ. ആ മുഖഭാവവും ശരീരഭാഷയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം കണ്ടതല്ലേ. എന്തായിരുന്നു ആ ശരീരഭാഷ? കൃത്യമായി ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഈ ബില്ല് ന്യായീകരിച്ചും നിയമം ന്യായീകരിച്ചും നുണ പ്രചരിപ്പിച്ചാൽ ഇത് വായിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ക്രൂരമായി ആക്രമിക്കുകയാണ്, പ്രതിഷേധത്തിന്റെ സ്വരത്തെ ഇല്ലാതാക്കുകയാണ്, പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തുന്ന എല്ലാവരെയും കള്ളക്കേസിൽ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ അടക്കം ക്രൂരമായി ആക്രമിക്കുന്ന നിരവധി കള്ളക്കേസുകൾ ചുമത്തുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റുകാർ, മറ്റ് ന്യൂനപക്ഷം പ്രതിഷേധത്തിൽ ഏറ്റവും അവസാനം ഒരു സിനിമ, ആ സിനിമയുടെ സംവിധായകൻ, നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ, പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ അങ്ങ് കയറി ഇറങ്ങുക. EDയും ആദായ നികുതി വകുപ്പും എല്ലാം
അതുകൊണ്ട് BJP ഉയർത്തിപ്പിടിക്കുന്ന ആ വർഗീയതയുടെ രാഷ്ട്രീയം, വിഘടനവാദത്തിന്റെ രാഷ്ട്രീയം, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ജനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഷൈജു ആന്റണി, വൈഷ്ണവ് ദേവി ക്ഷേത്ര നിയമപ്രകാരം അതിന്റെ ചെയർമാൻ അത് ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കണം. പക്ഷെ നോക്കൂ, ഈ ലഫ്റ്റനന്റ് ഗവർണർ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് പുറത്തുള്ള ഒരാളാണെങ്കിൽ ആ പേരിലേക്ക് മറ്റൊരു ഹിന്ദുവിനെ ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശിക്കാം, നാമനിർദ്ദേശം ചെയ്യാം. അതായത് അഹിന്ദുക്കൾക്ക് അവിടേക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മതി അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നുള്ള ഒരു വ്യവസ്ഥാപിതമായ രൂപം. രണ്ടാമത്തത്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിലെ കാര്യം, അത് നിയമസഭാ സാമാജികരാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഓർക്കണം. ആ നിയമസഭാ സാമാജികരിൽ പോലും ഹിന്ദുക്കൾ മാത്രമാണ് ആ പരിധി, ആ തെരഞ്ഞെടുപ്പിന്റെ പരിധിയിൽ വരുന്നത്. പക്ഷെ ഇവിടെ വഖഫ് ബില്ല് കൊണ്ടുവന്നതിന് ശേഷം അമുസ്ലിങ്ങൾ അതിലുണ്ട് എന്നുള്ളത് വലിയ കാര്യത്തോടു കൂടി പറയുന്നു BJP. അപ്പോൾ അതിന്റെ ലക്ഷ്യം തന്നെ വ്യക്തമാണല്ലോ. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വിധി വന്നു, അന്ന് ഈ പുരോഗമനപരമായ നിലപാടുണ്ടായില്ല. പക്ഷെ വഖഫിൽ പറയുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കും, പ്രാതിനിധ്യം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇതിന് എവിടേക്കാണ് വരാൻ പോകുന്നത്? ചർച്ച് ബില്ലിലേക്കാണ്. അപ്പോൾ ആ പേടി ക്രൈസ്തവ സഭയ്ക്ക് ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ നേരേക്ക് വരുന്നു. ചർച്ച് ബില്ലിലും ഇതേ നിലപാട് BJP സ്വീകരിക്കുമെന്നും ഇതേ വിഷയത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുമുള്ള ഭയം ഇതിനോടകം സഭയ്ക്ക് വന്നിട്ടുണ്ടോ? ഇത് അടുത്തത് ചർച്ച് ബോർഡാണെങ്കിൽ അതിനുശേഷം ജൈനന്മാരുടെ ബോർഡും സിഖുമാരുടെ ബോർഡും ബാക്കിയുള്ള ബോർഡുകളൊക്കെ ഉണ്ടാവും. ആ ബോർഡുകളെല്ലാം BJPയുടെ ആളുകൾക്ക് ഭരിക്കാൻ പാകത്തിന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകും എന്ന ഒരു ഭയം ഇതിനോടകം തന്നെ ഉണ്ട്. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കണം. അഡ്വക്കേറ്റ് അരുൺകുമാറിനോട് ചോദിച്ചു നോക്കുക. ലീഗൽ പ്ലൂറാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പുള്ള കാര്യമല്ല. എനിക്ക് ഒരു നിയമം ഉണ്ടെങ്കിൽ അഷിതയ്ക്ക് വേറൊരു നിയമം ആവാൻ പറ്റൂല. എനിക്കുള്ള അതേ നിയമം അഷിതയ്ക്കും ബാധകമായിരിക്കും. അപ്പം അതുകൊണ്ട് മുസ്ലിമിനുള്ള നിയമം എന്താണോ ആ നിയമം പ്രാബല്യത്തിലായാൽ, ആ നിയമം നടപ്പായാൽ, ആ നിയമത്തിനെ കോടതി വേറെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അംഗീകരിച്ചു കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് അത് ബാക്കിയുള്ള എല്ലാവർക്കും അത് ബാധകമാകും. എല്ലാവർക്കും ബാധകമാണ്. ലീഗൽ പ്ലൂറാലിറ്റി ഇല്ല. മുസ്ലിമിൻ്റെ സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന ഒരു ബോർഡിനകത്ത് അമുസ്ലിങ്ങളെ നമുക്ക് വെക്കാമെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്വത്തുക്കൾ നിയമിക്കുന്ന ഒരു ബോർഡോ ഒരു സംവിധാനമോ ഉണ്ടായാൽ അതിനകത്ത് അക്രൈസ്തവരെ വെക്കാനാകും. അത് ഹിന്ദുവിനും ബാധകമാകും. നാളെ ഇതിനകത്ത് ഹിന്ദുവിന് ദേവസ്വം ബോർഡിനകത്തും ഇത് ബാധകമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് നോക്കൂ ഞാൻ സംസാരിച്ചതിന് ശേഷം താങ്കൾ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനകത്ത് ലീഗൽ പ്ലൂറാലിറ്റി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം താങ്കൾ പറഞ്ഞാൽ മതി. താങ്കൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ മണ്ടത്തരങ്ങളായിരുന്നു. സെക്ഷൻ 2A കാര്യവും സെക്ഷൻ 40 കാര്യവും ബാക്കിയെല്ലാം അതെല്ലാം നിയമപരമായ മണ്ടത്തരങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളത് ഏതെങ്കിലും ഒരു വക്കീലിനോട് ചോദിച്ച് പഠിച്ചിട്ട് ഈ വിഷയം പഠിച്ചതിന് ശേഷം നിങ്ങൾ പറയൂ. ഒറ്റ കാര്യം കൂടി ആലോചിച്ച് നോക്കണം. ഭരണഘടന നൽകുന്ന ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പ്രകാരം ഇത് എനിക്കുള്ള നിയമം നിങ്ങൾക്ക് ബാധകമാണെന്നേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റാൻ പോവുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ JPCയുടെ റിപ്പോർട്ടിനകത്ത് മതങ്ങളുടെ സ്വത്തുക്കൾ നിയന്ത്രിക്കാനുള്ള അവകാശം മതങ്ങൾക്കുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് അതിനകത്ത് 1-2 സുപ്രീം കോടതി വിധി കോട്ട് ചെയ്തിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് അങ്ങനെ മതങ്ങളുടെ സ്വത്തുക്കൾ നിയന്ത്രിക്കാനുള്ള അവകാശം ആ മതങ്ങൾക്കുണ്ടെങ്കിലും അത് റെഗുലേറ്റ് ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കും എന്നാണ്. ആ റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണത്രേ ഇവിടെ ഇപ്പോൾ അമുസ്ലിങ്ങളെയും ബാക്കിയുള്ളവരെയും ചേർത്തിരിക്കുന്നത്. അതായത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ളത് മുസ്ലിമിന് തീരുമാനിക്കാം. പക്ഷേ അത് റെഗുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ട്. റെഗുലേറ്റ് ചെയ്യാൻ സർക്കാരിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് അതിനകത്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുസ്ലിമിന്റെ സ്വത്ത് മുസ്ലിമിന് കൊടുക്കാം, വഖഫ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ മുസ്ലിമാണെന്ന് തെളിയിക്കണം. അതല്ലേ, അതാണ് ഈ ബില്ലിന്റെ ഏറ്റവും അപകടകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരങ്ങ് തീരുമാനിക്കുകയാണ് ഇയാൾ പ്രാക്ടീസിംഗ് മുസ്ലിം അല്ല എന്ന്. എവിടെ പോകും, ആരോട് പറയും, ആരിത് സർട്ടിഫൈ ചെയ്യും? ആ കാതലായ പ്രശ്നം അപ്പോഴും അവിടെ നിൽക്കുകയല്ലേ. ഷൈജു ആന്റണി, ചെറിയൊരു മറുപടി. 32 ഏക്കർ വരെ ആയത് വെറും മിക്കവാറും ഈ വില്ലേജ് ഓഫീസിൽ പോയിട്ടേ
വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നില്ലേ, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നില്ലേ? അതേപോലെ വില്ലേജ് ഓഫീസറുടെ അകത്ത് മുസ്ലിം ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ക്ലോസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ വായിച്ചു നോക്കിയിട്ട് ഇതുവരെ കണ്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും വില്ലേജ് ഓഫീസറെയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറെ തന്നെയോ ഇതിനൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശരി. അപ്പോൾ എന്തായാലും അതിലുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ വിശ്വാസിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ നിലയിൽ BJP തരുമെങ്കിൽ മുൻപ് സുപ്രീം കോടതിയുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരികയും അവിടെ ചില സ്ത്രീകൾ ദർശനം നടത്താൻ വരികയും ചെയ്തപ്പോൾ അവർ വിശ്വാസികളല്ല എന്നുള്ളതായിരുന്നു BJPയുടെ വാദം. ഇനിയിപ്പോൾ അവരുടെ വിശ്വാസത്തിനും സർട്ടിഫിക്കറ്റ് കിട്ടുകയും ആ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ ശബരിമലയിൽ വരികയും ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ആശ്വാസം എന്തായാലും ഈ കാര്യത്തിലുണ്ട്. പ്രൊഫസർ റോണിക്ക് ബേബി, എന്തായാലും ഈ നിയമ ഭേദഗതി കൊണ്ട് മുൻപത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളതിൽ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഏകസ്വരം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പ്രതിവിധി? നോക്കൂ, VD സതീശൻ പറയുന്നത് പോലെ 5 മിനിറ്റത്തെ ചർച്ച കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട്. നിയമക്കുരുക്കുകളും സങ്കീർണതകളും ഒരുപാടുള്ള വിഷയമാണ്. മുൻപത്തെ കോടതി വിധികളുണ്ട്. മാത്രമല്ല സിദ്ദീഖ് സേട്ട് അതിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന്റെ തന്നെ പൂർവികരിലേക്ക് മടങ്ങിപ്പോകണമെന്ന ക്ലോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സങ്കീർണതകൾ. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ ഈ നിലയിലുള്ള നിയമ നടപടികളിലൂടെ തന്നെ പോകണം, ഒരു സംശയവുമില്ല. അതേസമയം മുൻപത്തെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാനും പാടില്ല. അപ്പോൾ അതിനെന്താണ് പ്രതിവിധി? അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോരാട്ടത്തിന് ഇവിടുത്തെ പ്രതിപക്ഷം ഇനി ഒപ്പമുണ്ടോ? ഈ ഷൈജു ആന്റണി പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒറ്റ കാര്യം കൂട്ടിച്ചേർത്തിട്ട് ഞാൻ അസിതയുടെ ചോദ്യത്തിലേക്ക് വന്നോളാം. ഇവിടെ വില്ലേജ് ഓഫീസിൽ പോകണം. ഒരുപക്ഷെ നാളെ നമുക്ക് പോകേണ്ടി വരും. പ്രാക്ടീസിങ് ക്രിസ്ത്യാനിയാണ്, പ്രാക്ടീസിങ് മുസ്ലിം ആണ് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ RSSന്റെ ശാഖയിൽ പോകേണ്ടി വരും. നമ്മൾ ഇന്ന മതക്കാരനാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. കാരണം വളരെ കൃത്യമായി തന്നെ ഏപ്രിൽ 2-ാം തീയതി 3 ദിവസം മുൻപാണ് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ ഒരു മറുപടി ഉണ്ട്. പൗരത്വ ഭേദഗതി നിയമപ്രകാരം എത്ര ആളുകൾക്ക് പൗരത്വം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിക്ക് ഒരു ഉത്തരവില്ല. പക്ഷെ മന്ത്രി ഒരു കാര്യം പറഞ്ഞു, 37,000 പേരെ നാട് കടത്തിയിട്ടുണ്ട്, ഡീപോർട്ട് ചെയ്തു, ഈ രാജ്യത്ത് പുറത്താക്കിയിട്ടുണ്ട്, അതിനവർക്ക് കണക്കുണ്ട്. എത്ര പേർക്ക് പൗരത്വം കൊടുത്തു? അപ്പോൾ ഇവരെ കൊണ്ടുവരാൻ പോകുന്ന മുഴുവൻ നിയമങ്ങളുടെയും ഇവിടെ RSS കൃത്യമായി ചോദിക്കട്ടെ, ഈ ഓർഗനൈസറിലെ ലേഖനം തെറ്റാണ് എന്ന് RSS ഇതുവരെ സമ്മതിച്ചോ? അവർ മാപ്പ് ചോദിച്ചോ? എന്താ RSS പറഞ്ഞത്? ഞങ്ങൾ നേരത്തെ എഴുതി വെച്ചിരുന്നത് അറിയാതെ ഞങ്ങൾ പബ്ലിഷ് ചെയ്ത, ഇവരെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഇവരെ മനുസ്മൃതി അടിസ്ഥാനമാക്കി ഭരണഘടന എഴുതി വെച്ചിരിക്കുക. അപ്പൊ വളരെ കൃത്യമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം എന്താ, നമ്മൾ പൊള്ളുന്നതേ അറിയുള്ളൂ. ഇപ്പോൾ ഇവരെ വിശ്വസിച്ച ഒരുപാട് ആളുകൾ വലിയ സ്നേഹത്തോടെ നിന്നു. ഇപ്പോൾ കൊള്ളാൻ തുടങ്ങി, സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി BJP നാടകം ഒന്നുകൂടി നടക്കാൻ പോകുന്നത്. ഇനി എന്നോട് ആശ്രിത ചോദിച്ച ചോദ്യത്തിലേക്ക് വളരെ കൃത്യമായി നമ്മൾ മറുപടി കൊടുത്തേ. രാമചന്ദ്രൻ നായർ കമ്മിറ്റി വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് ഈ പറഞ്ഞ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ തന്നെ പറഞ്ഞതെന്നറിയോ, ഞാൻ ഇതിന്റെ അകത്ത് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പോകുന്നില്ല, ഒരു ശുപാർശയും ഞാൻ നടത്താൻ പോകുന്നില്ല, ഓൺലി ഫാക്ട് ഫൈൻഡിംഗ് ആണ്. ഞങ്ങൾ കൃത്യമായി പറയട്ടെ, 2021 ഈ 2019 ഇത് വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. അതുപോലും അവർക്ക് സമ്മതമില്ലാതെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. 2019 ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി. 2021 ഈ മുനമ്പം നിവാസികൾ പോയി ഈ അവർക്ക് ഈ പറയുന്ന നികുതി അടയ്ക്കുവാനുള്ള എല്ലാ പെർമിഷനും സിംഗിൾ ബെഞ്ച് കൊടുത്തു. എന്തിന്റെ അടിസ്ഥാനത്താണെന്നറിയോ? കൊച്ചി തഹസിൽദാരുടെ ഒറ്റ റിപ്പോർട്ട്. ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ആ ഒരൊറ്റ റിപ്പോർട്ട് മതി. പിന്നെ എന്ത് ചെയ്തു? ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ മേടിച്ചു. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്താൽ മതി. ഈ രാമചന്ദ്രൻ നായർ കമ്മീഷന് പോലും ഒരു ആവശ്യമില്ല. 10 മാസം എന്തിനാണ് ഈ വിഷയം ഈ വലിച്ചു നീട്ടിയത്? ഈ BJPക്കും RSSനും ഇതിനകത്ത് മുതലെടുപ്പ് നടത്തുന്ന ഞങ്ങളുടെ ആൻസർ വളരെ വ്യക്തമാണ്. കാരണം 2021 സിംഗിൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ഇവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ റീഇൻസ്റ്റേറ്റ് ചെയ്തത് കൊച്ചി തഹസിൽദാർ കൊടുത്ത ഒറ്റ റിപ്പോർട്ടാണ്. ഇത് വഖഫ് ഭൂമിയല്ല, ഇതാ ജനങ്ങൾക്ക് അവകാശമുള്ള ഭൂമിയാണ്, അവർക്ക് നികുതി അടക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് തഹസിൽദാർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ ബെഞ്ച് ഇവരുടെ അവകാശങ്ങൾ കൊടുത്തതാണ്. പക്ഷെ എന്ത് ചെയ്തു? ഈ പറയുന്ന 2022 ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്താൽ മതി. അതിന് എന്തിനാണ് ഈ 10 മാസം ഇത് വലിച്ചു നീട്ടി ഈ രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെക്കുന്നു? ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഈ 2-3 പേരടങ്ങുന്ന കടലാസ് സെക്രട്ടറി ഉണ്ടല്ലോ, നമ്മൾ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്യണം. ഇന്ന് വഖഫ് ട്രൈബ്യൂണലിന് പ്രധാനപ്പെട്ട വിധി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനോട് കൂട്ടി ചർച്ച ചെയ്യണം. എന്താ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞറിയോ? മുൻപ് ജനങ്ങൾക്ക് കക്ഷിയേറാം കേസിൽ. പക്ഷെ ഈ വഖഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റുകാരുണ്ടല്ലോ, കുറെ തട്ടിപ്പുകാരുണ്ടല്ലോ, അവരാ ഈ വിഷയം മുഴുവൻ വഷളാക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന വലിയ പ്രശ്നം എന്താണെന്നറിയോ? ട്രൈബ്യൂണലിന് തീരുമാനം വന്നാലും ഈ 2-3 പേരടങ്ങുന്ന കടലാസ് സംഘടന ഉണ്ടല്ലോ, ഇവർ ഹൈക്കോടതി പോകും, സുപ്രീം കോടതി പോകും. അതാ ഇപ്പോൾ ഇവിടെ ഈ ഇവർ കൊണ്ടുവന്ന നിയമം കൊണ്ട്, ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ട് വരാൻ പോകുന്ന അപകടം എന്താണെന്നറിയോ? 150 വർഷം കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ശരി അരുൺ, അതിന് മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം. മാത്രമല്ല അങ്ങനെ ഒരു ഉത്തരവ് റദ്ദാക്കിയത് കൊണ്ട് മാത്രം, അതെ ഉത്തരവ് എങ്ങനെ റദ്ദാക്കും എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് മാത്രം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്നുള്ളത് ഞാൻ അരുൺ എനിക്കറിയാം, മറുപടി ഉണ്ട്. ഞാൻ അരുണിലേക്ക് വരാം. അതിന് മുൻപ് ഞാൻ ജോമോനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ വിട്ടുപോയാലും താങ്കൾക്ക് അത് കൂട്ടിച്ചേർക്കാം. ജോമോൻ ചക്കാലക്കൽ,
നോക്കൂ, ഈ നിയമ ഭേദഗതി വന്നതിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിൽ ആദ്യമായി യോഗി സർക്കാർ അനധികൃതമെന്ന് ആരോപിച്ച് കൈവശം വെച്ചിട്ടുള്ള വഖഫ് സ്വത്തുകൾ കണ്ടുകെട്ടാനും പിടിച്ചുകെട്ടാനും ഉത്തരവിടുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഇതൊന്ന് നിയമമായി വരട്ടെ, കുറച്ച് സമയമെടുക്കുമല്ലോ എന്ന്. ആ സമയം പോലും വേണ്ടി വന്നില്ല യോഗി ആദിത്യനാഥിന് എന്നുള്ളതാണ്. അപ്പോൾ ഈ അനധികൃതം എന്ന് അദ്ദേഹം കോട്ട്സിലിടുന്നുണ്ട്. വ്യക്തമല്ലേ എന്താണ് ഈ നിയമത്തിന്റെ ലക്ഷ്യമെന്നും ഉദ്ദേശമെന്നും? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ ഇതിന്റെ മൊത്തത്തിൽ കുറെ കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത് 4.5 ലക്ഷം 1995 4.5 ലക്ഷം ഏക്കർ മാത്രമായിരുന്ന വഖഫ് ഭൂമി ഈ 2024 അല്ലെങ്കിൽ 2025 തുടക്കമാകുമ്പോഴേക്കും 32.5 ലക്ഷം ഏക്കറിലേക്ക് ഈ ഭൂമി കൂടുകയാണ്. ഇതെങ്ങനെയാ കൂടുന്നേ? നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് ഇന്ത്യയിലെ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലവും ഇന്ത്യയിലെ സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ VIPs ഇരിക്കുന്ന VVIPസിന്റെ വീടുകളടക്കം ഇരിക്കുന്ന എല്ലാ മേഖലകളും വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിലെ ഏകദേശം 77% പ്രദേശം വഖഫ് ഭൂമിയാണെന്ന് അവർ കണ്ടെത്തി ട്രൈബ്യൂണൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഭൂമികൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് കൃത്യമായി തിരിച്ചു പിടിക്കണ്ടേ? ഇവിടെ കൃത്യമായി ഞാൻ പറഞ്ഞില്ലേ, ഉത്തർപ്രദേശ് സർക്കാർ ഇത് സർക്കാരാണ് ചെയ്യേണ്ടത്, സംസ്ഥാന സർക്കാരുകൾക്കാണ് ഈ കടമ. ഈ നിയമം പാസ്സായ സ്ഥിതിക്ക് സംസ്ഥാന സർക്കാരുകളാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം, ഈ കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സിദ്ദീഖ് സേട്ട് നിയമപരമായിട്ടല്ല ഇത് എഴുതി കൊടുത്തതെന്നും അതുകൊണ്ട് സെക്ഷൻ 40 മാത്രം മതി ഇത് തള്ളിക്കളയാനെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സിദ്ദീഖ് സേട്ടിന് അമ്മായിയപ്പന് പാട്ടം കൊടുത്ത ഭൂമി, അമ്മായിയപ്പൻ അമ്മായിയപ്പന് പാട്ടം കിട്ടിയ ഭൂമി അമ്മായിയപ്പൻ മരുമോന് ശ്രീധരൻ കൊടുക്കുക, ആ ഭൂമി മരുമോൻ മറ്റേ നമ്മുടെ ഫാറൂഖ് കോളേജിൽ എഴുതി കൊടുക്കുക. ഇതൊക്കെ എന്താ ഇവിടുത്തെ അവസ്ഥ? ഒരു മിനിറ്റ്, നാളെ നിങ്ങളുടെ കൈരളി സ്റ്റുഡിയോ, ഒരു മിനിറ്റ് ഞാൻ പറയാം, നാളെ നിങ്ങളുടെ കൈരളി സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലം ഒറ്റ കാര്യം മാത്രം ജോമോനെ ഒറ്റ കാര്യം മാത്രം. ഏൻഷ്യൻ മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. ഈ ഏൻഷ്യൻ മോണുമെന്റ്സ് വഖഫ് മോണുമെന്റ്സ് ആണ്, വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായി നടപടിയെടുക്കാനുള്ള ഒരു ആക്ട് നിലവിലുണ്ട്. ഈ എല്ലാ ആക്ടും നിലവിൽ കയ്യിലുള്ളപ്പോ അത് എടുക്കാതിരുന്നിട്ട് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയരുത്. പ്രചരിപ്പിക്കുന്നത് ആരെങ്കിലും പോയി ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ നാളെ അതങ്ങ് വഖഫായി മാറും എന്നുള്ള തരത്തിലാണ് ഒന്നാമത്തെ പ്രചാരണം. 2, വഖഫ് ട്രൈബ്യൂണൽ എന്നത് ഏതാണ്ട് ഒരു മത കോടതിയാണെന്നുള്ള മട്ടിലാണ് രണ്ടാമത്തെ പ്രചാരണം. 3, വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിയെ ചലഞ്ച് ചെയ്യാനേ സാധിക്കില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രചാരണം. അതും തെറ്റാണ്, ഹൈക്കോടതിയിൽ റിട്ട് നൽകാനും സാധിക്കും. ജോമോൻ ചക്കാലക്കൽ, കാലത്തേക്ക് മതപരമായ ആവശ്യങ്ങൾക്കായിട്ട് ഒരു വസ്തു ഉപയോഗിച്ച അത് സ്വയമേ വഖഫായിട്ട് ഇവര് കണക്കാക്കുകയാണ്. ആ ഒരു നിയമം തന്നെ എത്ര വലിയ തെറ്റാ. ഞാനൊരു കാര്യം പറയാം, ഒരിക്കൽ ഒരു ഭൂമി വഖഫായാൽ അത് എല്ലായ്പ്പോഴും വഖഫായിരിക്കും എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ. അത് മാറ്റിയിട്ടുണ്ടോ ജോമൻ ചക്കാലക്കൽ? അത് ഞങ്ങൾക്ക് അപകടമുണ്ട്. 403 ഏക്കർ ഷൈജുവിന്റെ രാഷ്ട്രീയം പിന്നെ പറയാം. ഷൈജുടെ മിണ്ടാതിരിക്കും. സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്തത് അല്ല ജോമോനെ, എനിക്ക് പറഞ്ഞോളൂ. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ. വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ടേം നിങ്ങൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ പള്ളികളുടെ മേലും ഇവർ കൈവയ്ക്കും. ഞാൻ പറഞ്ഞത് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ 1000 വർഷം, 500 വർഷം, 800 വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളികൾ ഇന്ത്യയിലുണ്ട്. ആ പള്ളികൾക്ക് 800 വർഷം ലേഖനം തെറ്റാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് എന്റെ കഴിഞ്ഞ ചർച്ചയിലല്ലേ താങ്കൾ പറഞ്ഞത് ഓർഗനൈസർ ഉറപ്പുള്ള കാര്യങ്ങൾ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നൊക്കെ. അന്ന് മറ്റൊരു വിഷയമായിരുന്നു. അന്ന് ഓർഗനൈസർ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയുന്നതായതുകൊണ്ട് അന്ന് ഓർഗനൈസർ അന്തിമമായ കണ്ടെത്തലായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഓർഗനൈസറിന്റെ തെറ്റാണെന്ന് ബോധ്യമാകുന്നത്? അപ്പോൾ തെറ്റുമല്ലേ ഓർഗനൈസറിന്? 2023 കേന്ദ്ര സർക്കാരിന്റെ ഡേറ്റ ഓർഗനൈസർ പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയം അഡ്രസ് ചെയ്താണ്. അത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ട് പിൻവലിച്ചതാണ്. ഓർഗനൈസർ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഇന്റലക്ച്വൽ ആയ ചില ആളുകൾക്ക് പറഞ്ഞത് തെറ്റാണെന്നാണോ, സഭയ്ക്ക് അത്രയും ഭൂമിയില്ല എന്നാണോ, ഏതാ തെറ്റ്? അവർ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് അവരത് പിൻവലിച്ചതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അത് പറഞ്ഞത് തെറ്റിപ്പോയി എന്നുള്ള തോന്നലാണോ അതോ സഭയ്ക്ക് അത്രയും ഭൂമിയില്ല എന്നുള്ള കണ്ടെത്തലാണോ?
അങ്ങനെയല്ല അവർ പറഞ്ഞിരുന്നത് സഭയ്ക്ക് അനധികൃതമായി ഒരു ഭൂമിയും ഇല്ല എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് അത് ഇതുപോലെ ഈ വഖഫ് ഭൂമി പോലെ അനധികൃതമായി ഭൂമി സഭയ്ക്കില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ട് അത് പിൻവലിച്ചതാണ്. അത് പിൻവലിക്കാൻ കാരണമുണ്ടായിരുന്നു. കൃത്യമായ അന്വേഷണം വളരെ വേഗത്തിൽ അവർ നടത്തി. അത് പ്രസ്താവന വന്നോ? RSSന്റെ അങ്ങനെ ഒരു പ്രസ്താവന വന്നോ? പ്രസ്താവന തന്നിട്ടുണ്ടോ? ശരി. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, സമയമില്ലാത്തതുകൊണ്ട് ചോദ്യമില്ല, പറഞ്ഞു പൂർത്തിയാക്കും. ഒറ്റ കാര്യം, ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിലുള്ള ഒരു കേസിന്റെ റിട്ട് അപ്പീലിന്റെ സ്റ്റേ അങ്ങ് വെക്കേറ്റ് ചെയ്താൽ പോരെ? ആരാണ് ഈ മുനമ്പത്തെ പ്രോപ്പർട്ടി വക്ക പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തിയത്? 2019 നിങ്ങളുടെ നേതാവ് ജനാബ് സായിദ് റഷീദ് അലി തങ്ങള്, അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ 3 ലീഗിന്റെ പ്രതിനിധിയും ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇരിക്കുമ്പോഴാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കണ്ടെത്തിയത്. അതുപോലെ തന്നെ അതിൽ നികുതി അടയ്ക്കാനായി സംസ്ഥാന ഗവൺമെന്റ് അനുവാദം കൊടുത്തപ്പോ KPA മജീദാണ് അത് അനുവദിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പ്രസ്താവന നടത്തിയത്. പത്രത്തിലൊക്കെ ചെയ്തവർ, എല്ലാത്തിനും ഇത് കൂട്ടുനിന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഒരു റിട്ട് അപ്പീലിലെ സ്റ്റേ അങ്ങ് വെക്കേറ്റ് ചെയ്താൽ പോരെന്ന്. ഇതൊക്കെ ഒരുപാട് നിയമ പോരാട്ടങ്ങളിലൂടെ പോയതാണ്. ഇപ്പോൾ ട്രൈബ്യൂണൽ പെൻഡിംഗ് ആണ്. ആ ട്രൈബ്യൂണൽ പെൻഡിംഗ് നിൽക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം, ഒരു കൺസെൻസസിലൂടെ പരിഹാരം കാണണം. അതില് ഏറ്റവും സത്യസന്ധമായി സ്ഥലം വാങ്ങിച്ച മുഴുവൻ ആളുകളെയും അഡ്രസ് ചെയ്യണം. ഒരാൾ പോലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിനൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് കൃത്യമായിട്ടുള്ള ഉപദേശം തേടി ഒരു റിപ്പോർട്ട് തേടി തുടർ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായി അനുവാദം കൊടുത്തിരിക്കുന്നു. നിയമ നടപടികളുമായിട്ട് പോകും. അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പം ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണും, ഒരു സംശയമില്ല, ആരൊക്കെ എന്തൊക്കെ നുണ പ്രചരിപ്പിച്ചാലും. ഓക്കെ. എന്തായാലും വളരെ നന്ദി അഡ്വക്കേറ്റ് കെ സരൺകുമാർ, പ്രൊഫസർ റോണി കെ ബേബി, ഷൈജു ആന്റണി, ജോമോൻ ചക്കാലക്കൽ, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.